History is never just dates and events, it's full of nuances the good, the bad, and the bizarre. Each shade telling its own story, revealing truths, and at times surprising us in the most unexpected ways. Let's dive into today's session the good, the bad, the bizarre, history in all its shades. To guide us through this fascinating journey, we have with us Dr. Manu S Pillai, a historian, author, and storyteller. Dr. Pillai has authored several acclaimed books, blending meticulous research with a narrative style that brings history alive. His works, including Rebel Sultans and The Ivory Thorn, have captivated readers and brought fresh perspectives to our understanding of India's past. Now let's take a closer look at the vivid and intriguing shade of history with Dr. Manu S Pillai. We have Reena Babu, ALA National Secretary, joining with him on stage. Let's give them a warm round of applause. സ്വാഗതം മനു. ഇന്നത്തെ നമ്മുടെ വിഷയം ഹിസ്റ്ററി ഇൻ ഓൾ ഇറ്റ്സ് ഷെയ്ഡ്സ് ദ ഗുഡ് ബാഡ് ആൻഡ് ദ ബിസാർ. സോ ലെറ്റ് സ്റ്റാർട്ട് അറ്റ് ദ വെരി ബിഗിനിങ്. ദ ഐവറി തോൺ അത് എഴുതുമ്പോൾ മനുവിന് ഒരു 25 വയസ്സാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഹിസ്റ്റോറിയൻ എന്ന ഓത്തർ എന്നുള്ള ഒരു പ്രിവിലേജസ് ഒന്നും അതോറിറ്റി ഇല്ല. ആൻഡ് യു ആർ റൈറ്റിംഗ് അബൌട്ട് എ റോയൽ ഫാമിലി ആൻഡ് ക്യാരക്ടേഴ്സ് ദെയർ. സോ of course, you might have had some experience that you could share with us, bizarre experiences. So it could be about your experiences and what you have found in that. So can you please tell us? Well, the topic and the theme then is, the good, the bad, and the bizarre. And as any historian will tell you, history is full of all of these kinds of things. അപ്പോൾ ആ പുസ്തകം എഴുതിയപ്പോൾ അതിനകത്ത് ഒരു മുഖ്യ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ചിത്രം വരുന്ന ആളുടെ അമ്മ, അവസാനത്തെ ട്രാവൻകൂർ രാജാവിൻ്റെ അമ്മയാണ്. ഇൻഫാക്ട് ആ പുസ്തകത്തിൻ്റെ ആൻറ്റാഗണിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻകോട്ട്സ് വില്ലൻ ഫിഗറായിട്ട് വരുന്നത് ഈ ജൂനിയർ മഹാറാണി എന്ന് പറയുന്ന ആളാണ്. അവരെ തന്നെ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇഫ് യു ലുക്ക് അറ്റ് ദ ഗുഡ്, ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ ഷീ ഈസ് എ വെരി കറേജസ് ബോൾഡ് വുമൺ. 1910s ഫ്രഞ്ച് പഠിക്കുന്നു, പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുമ്പോൾ സ്പോർട്സ് കളിക്കുന്നു, യാത്ര ചെയ്യാൻ താല്പര്യം. ആദ്യമായിട്ട് വളരെ ഒരു ഓർത്തഡോക്സ് റോയൽ ഫാമിലിയിൽ ഈ കാസ്റ്റ് ബേസ്ഡ് കാര്യങ്ങൾ വേണ്ടെന്ന് വെച്ച് ഫ്രീലി ആൾക്കാരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നു, യാത്ര ചെയ്ത് ഇൻ്റർനാഷണലി ട്രിപ്പ് ഒക്കെ പോകുന്നു. അന്നത്തെ കാലത്ത് ഈ കടൽ ക്രോസ് ചെയ്ത് പോകുന്നത് വാസ് കൺസിഡേർഡ് എ ബാഡ് തിങ്, ബട്ട് ഷീ മാനേജ് ടു ഗോ അബ്രോഡ്, ഗെറ്റ് ഓൺ ഹർ ഫസ്റ്റ് ഫ്ലൈറ്റ്, തിങ്സ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ഒരു അഡ്വെഞ്ചറസ് ഒരു സ്ത്രീയാണ്. മാർഗരറ്റ് സാംഗർ പോലത്തെ ബർത്ത് കൺട്രോൾ ആക്ടിവിസ്റ്റിനെ 1930s വളരെ ഓർത്തഡോക്സ് ടെമ്പിൾ ടൗൺ ആയിട്ട് ഉള്ള ട്രിവാൻഡ്രത്ത് ഇതുപോലൊരു ഹാളിൽ നിറച്ച് ആണുങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ബർത്ത് കൺട്രോളിൻ്റെ ലെക്ചർ നടത്തിയ ആളാണ് ഈ ചിത്രനാളുടെ അമ്മ. സോ ക്ലിയർലി ഷീ വാസ് എ ബോൾഡ് ആൻഡ് കറേജസ് വുമൺ. ദ ബാഡ് ഇൻ ദിസ് ഇസ് ദാറ്റ് ഷീ വാസ് ഓൾസോ വെരി വിൻഡിക്റ്റീവ്. സ്വന്തം ചേട്ടത്തിയായ സീനിയർ മഹാറാണി എന്ന് പറഞ്ഞ സേതു ലക്ഷ്മിബായി ചേട്ടത്തിയാണ്, പക്ഷേ ഈ പവർ ആൻഡ് പോളിറ്റിക്സിൻ്റെ ആ ഒരു ഇതിനകത്ത് ആ ബന്ധം വിട്ടുപോയ രീതിയിൽ വളരെ പകയോടെ വളരെ വിൻഡിക്റ്റീവായിട്ട് ഷീ ട്രീറ്റഡ് ഹെർ ഓൺ സിസ്റ്റർ വെരി ബാഡ്ലി. ഇൻഫാക്ട് അവസാനം ഇൻഡിപെൻഡൻസ് ഒക്കെ വന്നപ്പം ചിത്രതിരുനാളുടെ വല്യമ്മയാണ് ഈ സീനിയർ മഹാറാണി. അവർ താമസിച്ചിരുന്ന കൊട്ടാരം വരെ ചിത്രതിരുനാളുടെ മാത്രമാണെന്ന് പറഞ്ഞ് അത് പിന്നെ കേസായി. അവർക്കും അവരുടെ കുട്ടികൾക്കും അത് കിട്ടിയില്ല. അവർ പണിതാ, അവർ താമസിച്ചത്, അവരുടെ കൊച്ചുമക്കളുണ്ടായതാണ്. പക്ഷെ അതുപോലും വിട്ടുകൊടുക്കാതെ അവരവസാനം ബാംഗ്ലൂരിൽ പോയി ആരും അറിയാത്ത രീതിയിലാണ് രാജ്യം ഭരിച്ചിരുന്ന സീനിയർ മഹാറാണി മരിച്ചത്. സോ ദാറ്റ്സ് ദ ബാഡ് ദറ്റ് യുൽ സീ ഇൻ സം ആസ്പെക്ട്സ് ഓഫ് സേതു പാർവതി ബായ്സ് ക്യാരക്ടർ. പക്ഷെ ബിസാറും ഉണ്ട് ഇതിനുള്ളിൽ. ഫോർ എക്സാമ്പിൾ, ഈ രണ്ട് മഹാറാണിമാരുടെ ഇടയിൽ നടക്കുന്ന തർക്കത്തിൽ ഒരു സമയത്ത് 1939-40 ഒരു വലിയൊരു ഫ്യൂഡ് നടക്കുന്നുണ്ട് ഏതോ കുറച്ച് പ്രോപ്പർട്ടിയെ പറ്റി. അപ്പോൾ സീനിയർ റാണിയുടെ കയ്യിലിരിക്കുന്ന ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയാണ് അത്. പക്ഷേ ജൂനിയർ റാണി മകൻ ചിത്രതിരുനാൾ വഴി കൈവശമാക്കാനുള്ള ശ്രമമാണ്, രാജാവിൻ്റെ കയ്യിലാക്കാനുള്ള ശ്രമമാണ് റാണിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ ആ സമയത്ത് സീനിയർ മഹാറാണിയുടെ മകൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഈ രാജകുടുംബം എന്നൊക്കെ പറയുമ്പോൾ പ്രഗ്നൻസിക്കൊക്കെ ഒരുപാട് റിച്വൽസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഫ്യൂഡ് നടക്കുന്നതുകൊണ്ട് ചിത്രതിരുനാൾ ഈ പ്രഗ്നൻസി കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഹി ഇഗ്നോർഡ് ദ പ്രഗ്നൻസി. അപ്പം സീനിയർ മഹാറാണി പ്രൈവറ്റ്ലി സ്വന്തം കൊട്ടാരത്തിൽ വീട്ടിൽ കുറച്ച് പേഴ്സണലായിട്ട് നടത്തി കൊണ്ടുപോയി. കുട്ടി ഉണ്ടായപ്പം സീനിയർ മഹാറാണി കത്തെഴുതി രാജാവിന്, ഇതുപോലെ കുട്ടി ഉണ്ടായിട്ടുണ്ട്, രാജകുടുംബത്തിലൊരു പുതിയൊരു പ്രിൻസസ് ഉണ്ടായെന്നാണ്. പക്ഷേ ചിത്രതിരുനാളപ്പം അമ്മയാണ് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നത്. ചിത്രതിരുനാളുടെ അമ്മ പറഞ്ഞു, പ്രഗ്നൻസി നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കുട്ടി ഉണ്ടായത് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല, കുട്ടി ഉണ്ടായിട്ടില്ല. ആ ഒരു ഇതാണ്. ബ്രിട്ടീഷുകാർ വരുന്ന ഡൽഹിയിൽ വണ്ടൊരു ചെയ്യുവാണ്, കുട്ടി ഉണ്ടായി, പക്ഷേ കുട്ടി ഉണ്ടായതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയിട്ടില്ല. അവസാനം 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ തർക്കം നിന്നു. ഇൻ ദ സെൻസ് ചിത്രതിരുനാൾ പ്രോപ്പർട്ടിയൊക്കെ കൈവശമാക്കി സീനിയർ മഹാറാണി വിട്ടുകൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ ഇനിയും വേണേ ഉണ്ടായ കുഞ്ഞിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാം. പക്ഷേ ചുമ്മാ ഇനിയും ഉണ്ടായ കുഞ്ഞിനെ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല, ഗർഭത്തിനെയും റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്തു, 6 മാസം ചോറൂണിൻ്റെ സമയത്ത് എന്തോ ഈ കുട്ടിയെ ലോട്ടസ് ലീവ്സിനകത്ത് റാപ്പ് ചെയ്ത് അമ്മയുടെ വയറ്റത്തോട്ട് ഇങ്ങനെ പിടിച്ചു. അപ്പം ഗർഭമായി. പിന്നെ
പിന്നെ ആ ലോട്ടസ് സ്ലീവ്സ് തുറന്ന് കുട്ടിയെ പുറത്തെടുത്തപ്പോൾ അവിടെ നിന്ന് കുറേ സ്ത്രീകൾ ബർത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ബർത്തും റെക്കഗ്നൈസ് ചെയ്ത് അങ്ങനെ 6 മാസം ശേഷമാണ് ഈ കുട്ടിയെ റെക്കഗ്നൈസ് ചെയ്തത്. യു തിങ്ക് ഓഫ് ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഫിഗേഴ്സ്. മില്യൺസ് ഓഫ് ആൾക്കാരുടെ ഫേറ്റ് ആൻഡ് ഡെസ്റ്റിനി അവരുടെ കയ്യിലാണ്. ക്രോസ് ഓഫ് റുപ്പീസാണ് അന്നത്തെ കാലത്ത് റവന്യൂലൊക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷേ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ വളരെ പെറ്റിയായിട്ട് ഇതുപോലെ ഞാനൊരു ഗർഭം റെക്കഗ്നൈസ് ചെയ്തില്ല, ഒരു പാർട്ടിക്ക് ആരാണ് ആദ്യം വരുന്നത് ആരാണ് ലാസ്റ്റ് വരുന്നത്, ഇതിൻ്റെ പേരിലൊക്കെ ഒരുപാട് വഴക്കും വിവാദവും ഒക്കെ നടക്കുന്നതാണ്. അത് ആക്ച്വലി ഇന്നും പോളിറ്റിക്സിലുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ബ്രിട്ടീഷ് വൈസ്രോയ്സിൻ്റെ മുറികളിലൊക്കെ ഒഫീഷ്യൽ റിസപ്ഷൻ റൂംസിലൊക്കെ ഓഫൻ 2 എൻട്രി ഡോസ് കാണും. കാരണം ഒരേ സ്റ്റേറ്റസിലുള്ള 2 രാജാക്കന്മാർ ദേ കാൺ കം വൺ ആഫ്റ്റർ ദി അതർ. അപ്പോൾ സെക്കൻഡ് വരുന്ന ആൾക്ക് അത് മോശമാണ്. അപ്പം ഒരേ സ്റ്റേറ്റസ് ഉള്ളവർക്ക് ഒരേ സമയത്ത് കയറി വരാനുള്ള രീതിയിൽ പല പല കഥകൾ അവർ വെക്കുമായിരുന്നു. പിന്നെ ഒരുപാട് പ്രോട്ടോക്കോൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ചിലവർ വരുമ്പം വൈസ്രോയ് പോയി വാതിലിൻ്റെ അവിടെ നിന്ന് റിസീവ് ചെയ്യും, ചിലവർ വരുമ്പം വേണേൽ സ്റ്റേക്കേസിൻ്റെ താഴെ പോയി റിസീവ് ചെയ്യും, ചിലർ വരുമ്പോൾ അകത്ത് സീറ്റിൽ ഇരുന്നുകൊണ്ടായിരിക്കും റിസീവ് ചെയ്യുന്നത്. ഇതിൻ്റെ പേരിലൊക്കെ ഒരുപാട് വിവാദവും വഴക്കും ഒക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. നമ്മൾ മലയാളികളായതുകൊണ്ട് കേരളത്തിൽ there was this one incident where സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു ഓർഡർ ബ്രിട്ടീഷുകാർ അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത് ഇംഗ്ലീഷിലും അനൗൺസ് ചെയ്യണം മലയാളത്തിലും അനൗൺസ് ചെയ്യണം. പക്ഷേ സ്വാതി തിരുനാൾ ഒരു നാണക്കേട്. മലയാളത്തിൽ പറഞ്ഞാൽ അത് സ്വാതി തിരുനാളിന് മോശമായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ സബ്ജക്ട്സിൻ്റെ മുമ്പേ അദ്ദേഹത്തിന് മോശമായിട്ടുള്ള ഒരു ഓർഡർ വരുമ്പം പിടിച്ചില്ല. So he said, okay, since you insist, I'll say, okay, we'll have both the proclamations read out in English and Malayalam. പക്ഷേ അയാൾ എന്ത് ചെയ്തു, മലയാളം പ്രോക്ലമേഷൻ റീഡ് ചെയ്യുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ പറഞ്ഞു മലയാളം പ്രോക്ലമേഷൻ അതുപോലെ റീഡ് ചെയ്യണം എന്ന്. പക്ഷേ മലയാളം മനസ്സിലാവുന്ന ഒരൊറ്റ ആളെ അവിടെ നിർത്താതെ ആണ് മലയാളം പ്രോക്ലമേഷൻ റീഡ് ചെയ്തത്. സോ അങ്ങനെ ഒരുപാട് കോമിക്കലായിട്ടുള്ള ഒരുപാട് രസം തോന്നുന്ന കഥകളൊക്കെ വെൻ യു ഗോ ഇൻ ടു ഹിസ്റ്ററി യു ഡിസ്കവർ ദം. പിന്നെ എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ദ ഗുഡ് വാസ് ദ ബുക്ക് ഡിഡ് വെരി വെൽ. ഈവൻ നൗ ഇറ്റ്സ് എ വെരി ലവ്ഡ് ബുക്ക് ആഫ്റ്റർ 10 years. ഈ നവംബറിൽ 10 വർഷമാവും. The bad was that I got a 5 crore defamation notice from the Travancore royal family, but I responded to that and they dropped the matter. The case ഒന്നും ആയില്ല, they dropped it. കാരണം നമുക്കും അറിയാം തിരിച്ചങ്ങോട്ട് വാദിക്കാൻ. And the bizarre was again just reading some of these fascinating documents and discovering that അന്നുള്ളവരൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരെ പോലെ തന്നെ ഇപ്പോഴും പോളിറ്റിക്സിൽ കാണുന്ന കറപ്ഷൻ, പവറിനോടുള്ള ആൾക്കാരുടെ ഒരു ഒബ്സെഷൻ, അതൊക്കെ അന്നുള്ളവരുടെ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. Thank you, Manu. So my next question is, you normally don't pick dates or you don't go like that. You pick anecdotes or you pick characters, right? So it's very hard to stay neutral once you pick a character because you get attached to it. You want to portray them or good as bad, even though life and history happens in the gray shade. So how do you say true to that? ആക്ച്വലി യു ക്യാൻ സ്റ്റേ ട്രൂ ടു ദം. ദ തിങ് ഇസ്, നമ്മളൊരു ക്യാരക്ടറെ പറ്റി എഴുതി തുടങ്ങുമ്പം അവരെ ചുമ്മാ അങ്ങ് പുകഴ്ത്താൻ വേണ്ടി അല്ല എഴുതുന്നത്. നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നുന്നു, പക്ഷെ നമ്മുടെ തന്നെ ഒരു ഫിലോസോഫിക്കൽ ആറ്റിറ്റ്യൂഡ് കാണുമല്ലോ. ഇവരും മനുഷ്യരാണ്, അപ്പം മനുഷ്യർക്കുള്ള എല്ലാ ഫ്ലോസും അവർക്കും കാണും. അപ്പോൾ എൻ്റെ ഈ ഐവറി ത്രോണിൽ തന്നെ സേതു ലക്ഷ്മിബായി ആണ് പ്രൊട്ടാഗനിസ്റ്റ്. അവരുടെ ഒരു ലൈഫ് ആക്ക് നോക്കിയാൽ 5 വയസ്സിലാണ് അവരെ തിരുവിതാംകൂറിലെ റാണിയായിട്ട് വെക്കുന്നത്. അപ്പോൾ 5 വയസ്സ് മുതൽ തന്നെ സ്വന്തം അച്ഛൻ വരെ ഹൈനസ് എന്നാണ് വിളിക്കുന്നത്, അല്ലാതെ മകളെ സേതുക്കുട്ടി എന്നല്ല വിളിക്കുന്നത്, ഹൈനസ് എന്നാണ് വിളിക്കുന്നത്. 5 വയസ്സ് മുതൽ ഒരു മുറി കയറി വരുമ്പോൾ എല്ലാവരും എണ്ണിച്ച് നിന്ന് തൊഴും. അത് 1, 2 അല്ല 7 തവണ തൊഴുമായിരുന്നു ഒരു കാലത്ത് ആൾക്കാർ. അപ്പോൾ റാണി എപ്പം കണ്ടാലും 7 തവണ തൊഴണം. അത് സാധാരണ നമസ്തേ പോലും അല്ല, തറ വരെ ഇങ്ങനെ. ഇൻഫാക്ട് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ ഇൻ ലോ ടോൾഡ് മീ ദറ്റ് വെൻ ഹി ഫസ്റ്റ് മെറ്റ് ഒരു പാർസി ജെന്റിൽമന്, അദ്ദേഹം പറഞ്ഞു അന്ന് അവർക്ക് 88 വയസ്സുണ്ട്. അപ്പോൾ അയാൾ ആദ്യമായിട്ട് കാണാൻ പോയപ്പോൾ അവിടുത്തെ മെയ്ഡ് സെർവൻറ്റ് പറഞ്ഞു മഹാറാണിയുടെ മുറി പോകുമ്പം യു ഹാവ് ടു ബൗ ടു ഹർ. അപ്പോഴേക്കും 1 തവണ മതി, 7 വേണ്ട. പക്ഷെ അതിൻ്റെ പറഞ്ഞു കൊടുത്തത് ഇമാജിൻ യു ആർ ഡൈവിങ് ഇൻ ടു എ സ്വിമ്മിംഗ് പൂൾ, അതുപോലെ താഴെ പോയി തറ തൊട്ട് വേണം മുകളിലോട്ട് വരാൻ. അപ്പോൾ യു ക്യാൻ ഇമാജിൻ റാണി നടന്നു പോകുമ്പോൾ എല്ലാവരും 7 തവണ സ്വിമ്മിംഗ് പൂളിൽ ഡൈവ് ചെയ്യുന്ന പോലെ പോകുന്ന ആ ഒരു സിസ്റ്റമിലാണ് അവർ വളർന്നത്. അവരെന്ത് ചെയ്താലും ഇറ്റ് വാസ് എ റിച്വൽ. ഇപ്പോൾ ഒരു 4 മണിക്ക് നടക്കാൻ പോകണമെങ്കിൽ 4-5 മുമ്പ് 2 ബോഡി ഗാർഡ്സ്, പുറകെ 2 ബോഡി ഗാർഡ്സ്, ഇപ്പുറത്തും പിന്നെ 7-8 മെയ്ഡ് സെർവൻറ്റ്സ്, പിന്നെ ഓലക്കുട പിടിക്കാൻ ഒരാൾ. അപ്പോൾ ഒരു നടക്കാൻ പോകണമെങ്കിൽ ഒരു വലിയൊരു റെറ്റിന്യൂ ആയിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു ജീവിതം ജീവിച്ചിരുന്ന ഒരാളാണ്. And then by the end of her life, she ended up in Bangalore as just a grandmother, writing her letters as Srimati Sethu Lakshmibai. Originally പേര് Her Highness Shri Padmanabha Sevini Vanchidharma Vardhini Rajarajeshwari Maharani Pooradam Tirunal Sethu Lakshmibai Attingal Mootha Thamburan, Companion of the Most Imperial Order of the Crown of India. അതാണ് അവരുടെ ഫുൾ നെയിം. പക്ഷെ മരിച്ചപ്പം ഷീ യൂസ് ടു സൈൻ ഹർ ലെറ്റേഴ്സ് സിംപ്ലി എ ശ്രീമതി സേതു ലക്ഷ്മിബായി. കാരണം ആ ടൈറ്റിൽസ് ഒക്കെ വിട്ടുകൊടുത്ത് വന്നാണ്.
So it's a very interesting story. She was a very hard-working woman. 7 വർഷമേ ഭരിച്ചുള്ളൂ. പക്ഷേ ഇൻ ദോസ് 7 വർഷം ഷീ ആക്ച്വലി അച്ചീവ്ഡ് എ ലോട്ട്. കേരളത്തിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഉണ്ടായത് ആ സമയത്താണ്. അതിനെ അന്ന് ആനപ്പുറത്ത് അതിൻ്റെ റീൽസൊക്കെ അതിൻ്റെ ഫിലിമൊക്കെ വെച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി വലിയ പൂജയൊക്കെ നടത്തിയിട്ടാണ് അതിനെ റിലീസ് ചെയ്തത്. അവരുടെ സമയത്താണ് ഇലക്ട്രിസിറ്റി വരുന്നത്, ടെലിഫോൺ സർവീസസ് വരുന്നത്, വാട്ടർ വർക്ക്സ് ഉണ്ടായി വരുന്നത്. അങ്ങനെ കുറേ പബ്ലിക് വർക്ക്സ് ഒക്കെ ചെയ്ത കാലമാണ് ആ 7 വർഷം. പക്ഷേ ദാറ്റ് ഡസൻറ്റ് മീൻ ഷീ വാസ് പെർഫെക്റ്റ് ഇത്. ഫോർ എക്സാമ്പിൾ 1936 ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ വന്നപ്പം ഷീ ആക്ച്വലി റെസിസ്റ്റഡ് ഇറ്റ്, സെയിങ് ദാറ്റ് ആക്ച്വലി അവർണ സമുദായങ്ങളെ അമ്പലത്തിനകത്ത് കയറ്റാൻ പാടില്ല. She didn't mind her children believing in what they believe, but she felt that as the Maharani of the state, she had to preserve an old orthodox order. That was a limitation on her part. 1920s അതുപോലെ ഭരണത്തിലിരിക്കുന്ന സമയത്ത് she passed a press regulation. ഒരു ന്യൂസ്പേപ്പേഴ്സിനെ സെൻസർ ചെയ്യുന്ന രീതിയിലുള്ളതാണ്. All said and done, she was an autocrat. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൽ ഷീ യൂസ്ഡ് ഹർ പവർ ഇൻ എ നെഗറ്റീവ് സെൻസ്. അതും അതിൻ്റെ സത്യമാണ്. പക്ഷേ ദ ഗുഡ് തിങ് ഈസ് ദറ്റ് ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് ഒബ്ജക്റ്റീവ്ലി, ഈ സെയിം സ്ത്രീ, അപ്പോൾ അന്നൊക്കെ ഈ കൊട്ടാരത്തിൽ ഭക്ഷണം വെക്കുന്നതും വിളമ്പുന്നതും ബ്രാഹ്മിൻസ് ആണ്, അല്ലെങ്കിൽ പൂണൂലുള്ള ജാതികളാണ്. പക്ഷേ ആഫ്റ്റർ ഷീ മൂവ് ടു ബാംഗ്ലൂർ ഇറ്റ് ചേഞ്ച് ടു നായർ വിമൻ. പണ്ടൊന്നും ഒരു നായർ സ്ത്രീ വെച്ച ഭക്ഷണം കഴിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ ഷീ വാസ് ഏബിൾ ടു അഡാപ്റ്റ് ടു ദാറ്റ്. അവസാനം ക്രിസ്ത്യൻസ് ആണ് അവരുടെ കൂടെ നിന്നത്. ഹെറോൺ, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ഹെറോൺ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ വാണ്ടഡ് ടു മാരി എ പാർസി. പെൺവഴിയിലാണ് ഈ രാജകുടുംബങ്ങളൊക്കെ പോകുന്നത്. അപ്പം ആദ്യത്തെ ഗ്രേറ്റ് ഗ്രാൻഡ് ഡോട്ടർ വഴിയാണ് വംശം മുമ്പിലോട്ട് പോകുന്നത്. പക്ഷേ വെൻ ഷീ കെയിം ആൻഡ് സെഡ് ഐ വോണ്ട് ടു മാരി ഔട്ട്സൈഡ് മൈ കാസ്റ്റ്, ഔട്ട്സൈഡ് മൈ കമ്മ്യൂണിറ്റി ആൻഡ് മാരി എ പാർസി, ദ മഹാറാണി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സേ ഓക്കെ, ഇറ്റ്സ് യുവർ ലൈഫ്, ഇറ്റ്സ് യുവർ ഹാപ്പിനെസ്, ഞാനൊന്ന് ഇൻ്റർവ്യൂ ചെയ്യും പയ്യനെ, ആൻഡ് ഇഫ് ഐ ലൈക്ക് ഹിം ദെൻ ഐ ഗിവ് യു മൈ പെർമിഷൻ എന്ന് പറഞ്ഞ് ഷീ വാസ് ഏബിൾ ടു അഡാപ്റ്റ് ആൻഡ് ചേഞ്ച് വിത്ത് ടൈം. അപ്പോൾ യു സീ ദ ഗുഡ്, ദ ബാഡ്, ദ കോംപ്ലിക്കേറ്റഡ് ആൻഡ് ദോസ് ഗ്രേ ഷെയ്ഡ്സ്. അത് എഴുത്തുകാരൻ്റെയും ഗവേഷണക്കാരൻ്റെയും ഒരു കാഴ്ചപ്പാടിലാണ് അത് വരുന്നത്. ഇപ്പം ഞാൻ അവരെ പൊഴുത്താനായിട്ടൊരു പുസ്തകം എഴുതുകയാണെങ്കിൽ അങ്ങനത്തെ കുറേ രാജഭക്തിയുള്ള പുസ്തകങ്ങളുണ്ട്. ഇൻഫാക്ട് പുസ്തകം വായിക്കാത്ത ആൾക്കാരാണ് ചിലപ്പോൾ എന്നോട് വന്ന് പറയും, യു റോട്ട് എ ബുക്ക് ഗ്ലോറിഫൈങ് ദ ട്രാവൻകൂർ റോയൽ ഫാമിലി. അപ്പോൾ എൻ്റെ റെസ്പോൺസ് ഇതാണ്, അവരെനിക്ക് 5 കോടി ഡെഫമേഷൻ നോട്ടീസ് അയച്ചതാണ്. അവരെ അത്രയും ഗ്ലോറിഫൈ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പുസ്തകത്തിൽ. ഈ ഒറ്റ വ്യക്തിയോട് എനിക്കൊരു താല്പര്യം തോന്നി. ദ ബുക്ക് ഇസ് സിംപത്തറ്റിക് ടു ഹർ, കാരണം അവർ മറന്നുപോയ ഒരു വ്യക്തിയെ ഞാൻ തിരിച്ച് ലൈം ലൈറ്റിൽ കൊണ്ടുവരുന്നു. അത്രയും ഒരു സിംപത്തി ഉണ്ട്. പക്ഷേ ഇറ്റ്സ് നോട്ട് എൻ അൺഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അവരെ വർഷിപ്പ് ചെയ്യുന്ന രീതിയിൽ എഴുതിയിട്ടുള്ള പുസ്തകമല്ല. സോ ഐ തിങ്ക് ഇറ്റ്സ് പോസിബിൾ ഫോർ റൈറ്റേഴ്സ് ആൻഡ് റീസെർച്ചേഴ്സ് ടു try and stay even-handed without getting too swayed or too attached to the person they're writing about. So just to expand on that, you just told how you told her story. ഇപ്പോൾ ഹിസ്റ്ററി നമ്മൾ എടുത്തു നോക്കിയാൽ സ്ത്രീകൾ, ഫീമെയിൽ ഹിസ്റ്റോറിയൻസ് വളരെ കുറവാണ്. അത് തന്നെയല്ല, സ്ത്രീകളുടെ കഥകൾ കണ്ടുപിടിക്കാനും വളരെ പ്രയാസമാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് വാട്ട് മേക്സ് യു റൈറ്റ് അബൌട്ട് ദം, ഓർ വാട്ട് മേക്സ് യു ഡിഗ് ഡീപ്പർ ഇൻ ടു ദാറ്റ് സൈഡ് ഓഫ് ദെയർ ഏജൻസീസ്? Actually, of my 5 books, 4 books have a lot of women. കാരണം ആക്ച്വലി there's a strong female presence in 4 of these books. ഈ ലേറ്റസ്റ്റ് പുസ്തകത്തിലാണ് ആദ്യമായിട്ട് സ്ത്രീകൾ കുറവ്, ഒറ്റ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീമെയിൽ ഫിഗർ ഉള്ളൂ, അതും പാസിങ്ങിലാണ് മെൻഷൻ ചെയ്യുന്നത്. കാരണം അതിൻ്റെ സബ്ജക്റ്റ് ഇസ് എ ടെറൈൻ വെ മെൻ വർ ഫാർ മോർ ഡോമിനൻറ്റ് ആൻഡ് ആക്റ്റീവ്. അതുകൊണ്ട് ഫീമെയിൽ പ്രസൻസ് ഈ പുസ്തകത്തിൽ അത്രയില്ല. പക്ഷേ അത്രയും നാൾ എഴുതിയ പുസ്തകങ്ങളൊക്കെ ദർ ഈസ് എ സ്ട്രോങ് ഫീമെയിൽ പ്രസൻസ്. അത് എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ ഇപ്പോൾ ഈ സേതുലക്ഷ്മിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ 1949 ട്രാവൻകൂറും ഇന്ത്യൻ യൂണിയനും തമ്മിൽ ഇൻറ്റഗ്രേഷൻ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ യൂണിയനിലെ റെക്കോർഡ്സ് വായിച്ചാൽ അതിനകത്ത് കൃത്യമായിട്ട് നമ്മൾ കാണാം, ആക്ച്വലി ദ രാജാവ് ചിത്രതിരുനാൾ വാസ് നോട്ട് വെരി പോപ്പുലർ. 1931 ഭരണം സറണ്ടർ ചെയ്ത സീനിയർ മഹാറാണിയായിരുന്നു ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഫിഗർ. പക്ഷേ ഇന്ന് നമ്മൾ തിരുവനന്തപുരത്ത് പോയാൽ നമുക്ക് തിരിച്ചാണ് കിട്ടുന്നത്. സീനിയർ മഹാറാണിയെ പറ്റി ആരും കേട്ടിട്ടില്ല, പക്ഷേ ചിത്രതിരുനാളിനെ പറ്റി ദർ ഇസ് എ ഹ്യൂജ് കൾട്ട് ഓഫ് ഡിവോഷൻ. പ്രത്യക്ഷ പത്മനാഭൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഹോൾ ഒരു ബിലീഫ് ഉണ്ട് അവിടെ, രാജഭക്തിയുടെ. സോ യു റിയലൈസ് ദർ ഇസ് ദിസ് മായ്ക്കപ്പെടൽ ഓഫ് the female figure who was actually organically popular with the people, because അവർ വിട്ടുപോയി. അവർ 1957 കൊട്ടാരം വിട്ടിറങ്ങി ബാംഗ്ലൂരിൽ പോയി, അവിടെയാണ് 30 വർഷം ശേഷം മരിച്ചത്. പക്ഷേ ഹീ റിമെയിൻഡ് ഇൻ ട്രിവാൻഡ്രം. ഭരണം പോയതിനു ശേഷം അമ്പലം, ഭക്തി അതൊക്കെ കണ്ടുകൊണ്ട് പിന്നെയും അദ്ദേഹത്തിൻ്റെ റെപ്യൂട്ടേഷൻ ഒരു പോസിറ്റീവ് ഒരു സ്പിൻ വന്നു. So you see, for reasons like that, the women get eclipsed. Sometimes the women are written out of things. Deliberately records അവരെ മായ്ച്ചു കളയാൻ ഉള്ള സാധ്യതകളുണ്ട്. പിന്നെ കുറേ ട്രാജിക് കേസസ് ഉണ്ട്. ഈ രാജസ്ഥാനിൽ ഏതോ ഒരു സമയത്ത്, എനിക്ക് ഓർമ്മയില്ല ഏത് ഫാമിലിയിലായിരുന്നു, പക്ഷേ ഏതൊരു ഇമ്പോർട്ടൻറ്റ് രാജ്പൂത്ത് റോയൽ ഫാമിലിയിൽ there was a case where രാജാവ് പറഞ്ഞു എൻ്റെ മകളെ ജോധ്പൂരിലെ രാജാവ് ആരോ വിവാഹം കഴിക്കുന്നത്. പക്ഷെ അവർ തമ്മിൽ പിന്നെ എന്തോ ആ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ ആൾ മരിച്ചുപോയി. അപ്പോൾ പിന്നെ രാജാവ് പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ ജയ്പൂരിലെ ഒരു പ്രിൻസുമായിട്ട് കല്യാണം കഴിക്കാം. അത് തീരുമാനം ജോധ്പൂർ എന്ന് പറഞ്ഞു അത് പറ്റത്തില്ല, ഞങ്ങളുമായിട്ടുള്ള അഗ്രിമെൻറ്റ് ഒറ്റ വ്യക്തിയായിട്ടുള്ള ഒരു ഫാമിലിയായിട്ടുള്ള അഗ്രിമെൻറ്റാണ്. അപ്പം മുമ്പുള്ള രാജാവ് മരിച്ചു, അയാളുടെ ബ്രദറുണ്ട്, അയാളെ കൊണ്ട് കെട്ടിക്കണം. പക്ഷെ അപ്പോഴേക്കും ജയ്പൂരിനോടും പറഞ്ഞു. അപ്പോൾ ജയ്പൂർ പറഞ്ഞു ഇനി ഈ പെൺകുട്ടി അവിടെ കെട്ടിച്ചാൽ ഞങ്ങൾക്കത് മോശതയാണ്. അപ്പോൾ ഒരു
സ്ത്രീയുടെ കല്യാണത്തിൻ്റെ പേരിൽ ഇവരെല്ലാവരും പട്ടാളങ്ങളൊക്കെ കൊണ്ടുവന്നത് വലിയ യുദ്ധമായി. ആസ് ടു വിച്ച് പ്ലേസ്, ഇതൊക്കെ അത്രയും ദൂര സമയത്തൊന്നുമല്ല, 1800s നടക്കുന്ന സാധനമാണ്. ഹർ നെയിം വാസ് കൃഷ്ണകുമാരി. അപ്പോൾ കൃഷ്ണകുമാരി ആര് കെട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ യുദ്ധമൊക്കെ നടക്കുന്നു. ആൻഡ് ദെൻ ഫൈനലി ദ ഡിസിഷൻ വാസ് കോംപ്രമൈസിലെത്തിയത്. കുറേ വർഷങ്ങൾ ഈ ഒരു ഫ്യൂഡ് നടന്നു, ഈ പ്രിൻസസിനെ ആര് കെട്ടും എന്നുള്ളത്. അവസാനം തീരുമാനം പറ്റിയത് എന്തുവാ? നോബഡി വിൽ മാരി ഹർ. പക്ഷേ അതപ്പോൾ അവരുടെ ആ പ്രിൻസസിൻ്റെ സ്വന്തം അച്ഛനെ മാനക്കേടാ കല്യാണം കഴിക്കാതെ മകളിങ്ങനെ നിൽക്കുന്നത്. അപ്പം വിഷം കൊടുത്ത് കൊന്നു. ആ കുട്ടി തന്നെ അത് വിഷം കുടിച്ച് വില്ലിംഗ്ലി ഓണറുടെ പേരിൽ മരിച്ചു. സോ യു റിയലൈസ് ദറ്റ് this whole notion of honor, this, that, it is often tied to women, it is often tied to women's bodies, it is tied to their idea of virtue and what society makes of female virtue. പിന്നെ നമ്മൾ കാണുന്നത് ഒരുപാട് എൻ്റെ ലേറ്റസ്റ്റ് പുസ്തകത്തിലുള്ളതാണ്, ഈ വെസ്റ്റേൺ ഐസിൽ കൂടെ ഇന്ത്യൻ സ്ത്രീകളെ എങ്ങനെ കണ്ടിരുന്നു. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരുപാട് വെസ്റ്റേണേഴ്സ് ഇന്ത്യയിൽ വരുമ്പോൾ അവർ ഈ സതി ഇവിടെ അവിടെയൊക്കെ കാണുമായിരുന്നു. അപ്പോൾ അതിനെ കുറച്ചൊക്കെ എക്സാജറേറ്റ് ചെയ്ത് അവർ സതിക്ക് സ്വന്തമായിട്ടുള്ള കുറേ കഥകളും അരിച്ചങ്ങ് ചേർത്തു. നമ്മുടെ ഒരു ലോജിക് ഓഫ് സതി കാണും, വിച്ച് ഇസ് പാർട്ട്ലി റിലേറ്റഡ് ടു ഓണർ, ലോയൽറ്റി, ഫിഡലിറ്റി, ഓൾ ഓഫ് ദാറ്റ്. ഭർത്താവ് മരിക്കുമ്പം ദ വൈഫ് ഫോളോസ് ഹിം ഇൻ ടു ദ ഫ്യൂണറൽ പായ എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ വെള്ളക്കാർ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഓ ഇതിൻ്റെ ഒറിജിനൽ സ്റ്റോറി ഇതാണ്, ഇന്ത്യൻ സ്ത്രീകൾക്ക് വളരെ ഒരുപാട് കാമുകന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾ ഭർത്താക്കന്മാരെ പോയിസൺ ചെയ്തിട്ട് കാമുകന്മാരുടെ കൂടെ ഓടിപ്പോകാനുള്ള പ്ലാൻ നടത്തുമായിരുന്നു. അപ്പം ഭർത്താക്കന്മാരെന്ത് ചെയ്തു, ഓ അപ്പം ഞങ്ങളെ പോയിസൺ ചെയ്ത് കൊന്നിട്ട് അങ്ങനെ നീ പോകണ്ട, ഞങ്ങളെ പോയിസൺ ചെയ്ത് കൊണ്ടുവന്നാൽ യു വിൽ ഓൾസോ ബേൺ എന്നുള്ള ഒരു റിച്വൽ അവർ അങ്ങോട്ടുണ്ടാക്കി. അങ്ങനെയാണ് സത്യ ഉണ്ടായി വന്നത്. സ്ത്രീകൾ ഭർത്താക്കന്മാരെ കൊല്ലാതിരിക്കാൻ വേണ്ടി ഭർത്താക്കന്മാരുണ്ടാക്കിയ ഒരു ട്രഡീഷനിൽ വെള്ളക്കാരുണ്ടാക്കിയ ഒരു തിയറി. ഇത് കുറേ കാലം യൂറോപ്പിലൊക്കെ ഇതായിരുന്നു സത്യയുടെ ഒറിജിനൽ തിയറി ആയിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ചില ബിസാർ സ്റ്റോറീസ് ഉണ്ട്. പിന്നെ ആർട്ട് വർക്ക്സിൽ നമുക്ക് ഓഫൻ കാണാൻ പറ്റും സ്ത്രീകളെ പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെ. ഇപ്പോൾ രാജാ രവിവർമ്മ തന്നെ എടുത്താൽ അദ്ദേഹം വളർന്നത് ഒരു മേട്രിലീനിയൽ വളരെ ഡോമിനൻറ്റ് ഫീമെയിൽ ഫിഗേഴ്സ് ഉള്ള ഒരു ഫാമിലിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒക്കെ തന്നെ ഒരുപാട് പവറുള്ള സ്ത്രീയായിരുന്നു. ഫോർ എക്സാമ്പിൾ രവിവർമ്മ നമ്മളൊക്കെ പറയുമല്ലോ ആർട്ടിസ്റ്റാണ്, കുറേ ഇന്ത്യയിലൊക്കെ കറങ്ങി നടന്നു. പക്ഷെ അങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു വർഷം 2 വർഷം ഭാര്യയെ കാണില്ല. അപ്പോൾ ഭാര്യയ്ക്ക് നാച്ചുറലി ദേഷ്യം കാണുമല്ലോ, ദറ്റ് യു ആർ ജസ്റ്റ് ഗോയിങ് ഓൾ ഓവർ ദ കൺട്രി ആൻഡ് ഐ എം നോട്ട് ഗെറ്റിംഗ് എനി ടൈം. അപ്പോൾ അവരുടെ തന്നെ ഒരു ഡിസെൻഡൻറ്റ് എഴുതിയ ഒരു എസ്സേയിലുണ്ട്, ഇദ്ദേഹം ഒരിക്കൽ ഇതുപോലെ ഒരു ലോങ് ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നപ്പം ഈ മുറാനോ ഗ്ലാസ് ഒക്കെ വെച്ചുള്ള നല്ലൊരു ഷാൻഡിലിയറൊക്കെ കൊണ്ടുവന്ന് തൂക്കിയിട്ടു സർപ്രൈസായിട്ട്. ഭാര്യയ്ക്ക് ദേഷ്യം കാണും, എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ഷാൻഡിലിയർ തൂക്കിയിട്ടു. വന്ന് കണ്ടപ്പോൾ നല്ല എക്സ്പെൻസീവ് ഭംഗിയുള്ള ഷാൻഡിലിയർ, പക്ഷേ ഷീ ഗോട്ട് ഇറ്റ് റിമൂവ്ഡ് ആൻഡ് ത്രൂ ഇറ്റ് ഔട്ട് ഓഫ് ദ വിൻഡോ ആൻഡ് ഡിസ്ട്രോയിഡ് ഇറ്റ്. അതുപോലത്തെ ഒരു തീവ്രമായിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു. ഹിസ് ഓൺ മദർ, ഹിസ് ഓൺ ഗ്രാൻഡ് മദർ, ഇവർക്ക് എഴുത്തുകാരും ആർട്ടിസ്റ്റും ഒക്കെയാണ്. എല്ലാവരും രവിവർമ്മയാണ് നോക്കുന്നത്, പക്ഷേ രവിവർമ്മയുടെ ഫാമിലിയിൽ ആക്ച്വലി ആദ്യം പെയിൻറ്റിങ് ചെയ്ത് തുടങ്ങിയത് അവരുടെ അമ്മൂമ്മയുടെ ജനറേഷനിലുള്ള സ്ത്രീകളാണ്. അദ്ദേഹത്തിൻ്റെ പെങ്ങളും ആർട്ടിസ്റ്റാണ്, പക്ഷേ സ്ത്രീ ആയതുകൊണ്ട് ഷീ വാസ് നോട്ട് ഏബിൾ ടു ട്രാവൽ, ഷീ വാസ് നോട്ട് ഏബിൾ ടു ബിക്കം ഫേമസ് ലൈക്ക് ഹിം. അവർ ആ കൊട്ടാരത്തിൽ തന്നെ ഒതുങ്ങി അവിടെ തന്നെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമായിട്ട് പെയിൻറ്റ് ചെയ്ത് അവരുടെ ജീവിതം കഴിച്ചു. ഇദ്ദേഹം പുരുഷനായതുകൊണ്ട് ഹി വാസ് ഏബിൾ ടു മൂവ് അറൗണ്ട് ആൻഡ് ബിക്കം എ പ്രൊഫഷണൽ പെയിൻറ്റർ. പക്ഷേ രവിവർമ്മ വരയ്ക്കുന്ന പെയിൻറ്റിങ്സിലെ സ്ത്രീകളെയൊക്കെ നോക്കിയാൽ വളരെ സോഫ്റ്റ്, വളരെ ഇങ്ങനെ ഡോവൈഡ്, വളരെ ഒരു അൺത്രെറ്റനിങ് ടൈപ്പ് വിമനാണ് അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ മുമ്പേ ഹരീഷ് സർ പറഞ്ഞല്ലോ ഈ മാറുമറിക്കുന്ന ഒരു സിസ്റ്റം. രവിവർമ്മയുടെ കാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ആ കാലത്തുള്ള സ്ത്രീകൾ ആരും മാറുമറിക്കാതാണ് നടന്നിരുന്നത്. പക്ഷേ ഹി വാസ് ഓൾസോ പെയിൻറ്റിങ് ഫോർ എ പാൻ ഇന്ത്യൻ ഓഡിയൻസ് ഇൻ ദ വിക്ടോറിയൻ ഇറ. അപ്പോൾ രവിവർമ്മയുടെ ദേവിമാരെയൊക്കെ നമ്മൾ കണ്ട എല്ലാവരും ഹൈനെക്ക് ബ്ലൗസും ഫുൾ എൽബോ വരെ സ്ലീവുള്ള ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത്. കാരണം അവരെയൊക്കെ സാനിറ്റൈസ് ചെയ്ത ഒരു രീതിയിൽ. രവിവർമ്മനെ ഒരു സമയത്ത് ഓൾ ഓവർ ഇന്ത്യ ഒരു ട്രിപ്പിന് പോയി ഇൻസ്പിറേഷന് വേണ്ടി. പക്ഷേ ഈ കെയിം ആൻഡ് സെഡ് ഐ കാൺ പെയിൻറ്റ് ലൈക്ക് ദാറ്റ്. കാരണം അമ്പലത്തിലെ വിഗ്രഹങ്ങൾ നോക്കിയാൽ ഇത് അതുപോലെ മാറിച്ചിട്ടില്ല, ബ്ലൗസും സാരിയൊന്നുമല്ല, ജസ്റ്റ് ഒരു ധോത്തി പോലൊരു സാധനം ആൻഡ് ദ അപ്പർ ബോഡി ഈസ് ബെയർ. അപ്പോൾ സ്ത്രീകളെ അങ്ങനെ പെയിൻറ്റ് ചെയ്താൽ വിക്ടോറിയൻ ഈരയിൽ അത് നടക്കില്ല എന്ന് വെച്ചുകൊണ്ട് ഹീസ് ദ വൺ ഹു ഇൻകോപ്പറേറ്റ്സ് ദിസ് ന്യൂ ടൈപ്പ് ഓഫ് സാരി ആൻഡ് ദാറ്റ് ന്യൂ ടൈപ്പ് ഓഫ് ബ്ലൗസ് വെയറിങ് ദേവീസ്. അപ്പം ഇന്ന് നമ്മൾ കണ്ണടച്ച് ദേവിമാരെ ഒക്കെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആക്ച്വലി രവിവർമ്മയുടെ ദേവിയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. പക്ഷേ ദാറ്റ്സ് എ വിക്ടോറിയൻ ക്രിയേഷൻ. അതിന് മുമ്പുള്ള ദേവിമാരെ പെയിൻറ്റ് ചെയ്തിരുന്ന രീതികൾ വേറെയായിരുന്നു. സോ യു ഓഫൻ സീ ദറ്റ് ഈവൻ ദ വേ വിമൻ ആർ വിഷ്വലൈസ്ഡ് ക്യാൻ ബി വെരി 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 ഡിഫറെൻറ്റ്. ഈ മാറുമറക്കുന്ന കാര്യത്തിൽ തന്നെ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ദറ്റ് എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ അവരാദ്യം റൗക്ക എന്ന് പറഞ്ഞ ബ്ലൗസ് ഇടുന്നത് 1940s അവർക്ക് 45 വയസ്സോ എന്തോ ഉള്ളപ്പോഴാണ്. രണ്ടാമത്തെ മകളുടെ വിവാഹ സമയത്ത് ചെറുക്കൻ വീട്ടുകാർ കൊണ്ടുവന്ന ഒരു സാധനമാണ് ഈ റൗക്ക. അപ്പോൾ അതവിടെ ഒരു കഥ പറയാറുണ്ട്. അമ്മൂമ്മ ഈ വലിയമ്മ ഈ റൗക്ക ആദ്യമായിട്ട് ഇട്ടു.
മകളുടെ അമ്മായിയമ്മയെ കൊണ്ടുവന്നേ. അതൊരു മിററുടെ മുമ്പിലൊക്കെ നിന്ന് അഡ്മയർ ചെയ്തു. ആൻഡ് ദെൻ എവറിബഡി സെഡ് നൗ കം ഔട്ട്, ലെറ്റ് യു നോ എവറിബഡി സീ യു ഇൻ യുവർ ന്യൂ ഗാർമെൻറ്റ്. അപ്പോൾ അമ്മ പറഞ്ഞു, ഹേ പറ്റില്ല, എൻ്റെ അച്ഛൻ്റെയും ആങ്ങളമാരുടെ മുമ്പിലൊക്കെ ബ്ലൗസ് ഇട്ടുകൊണ്ട് ഞാൻ എങ്ങനെയാണ് പോകുന്നത്, നാണക്കേടല്ലേ എന്ന്. അതൊരു മോശമായ ഒരു സ്ത്രീയാണ്, മോശ സ്ത്രീകളാണ് ബ്ലൗസ് ഇടുന്നതെന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. ഓബ്രി മെനൻ എന്ന് പറഞ്ഞ ഒരു ഐറിഷ് എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹാഫ് ഐറിഷ് ഹാഫ് മലയാളി. അച്ഛൻ മേനോനാണ്, അമ്മ ഐറിഷ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ ഐറിഷ് സ്ത്രീ കേരളത്തിൽ ആദ്യമായിട്ട് വന്നപ്പോൾ അമ്മയമ്മയെ കാണാൻ പോയപ്പം അമ്മയമ്മയുടെ ഒരു ബാല്യക്കാരി എന്ന് പോയി അമ്മയമ്മയോട് പറഞ്ഞു, അയ്യോ യുവർ ന്യൂ ഡോട്ടർ ഇൻ ലോ സിറ്റിംഗ് ദ ഫുള്ളി കവർഡ് അപ്പ്. അപ്പോൾ അമ്മയമ്മ പറഞ്ഞു, ഷീ മസ്റ്റ് ബി പ്രിപ്പയറിംഗ് ഫോർ അഡൾട്ടറി. കാരണം ഇഫ് യു ആർ വെയറിംഗ് എ ബ്ലൗസ് യു ആർ ഡ്രോയിങ് അറ്റൻഷൻ ടു ദാറ്റ് പാർട്ട് ഓഫ് എ ബോഡി. അതായിരുന്നു അന്നത്തെ ലോജിക്. ഇഫ് യു ആർ എ റെസ്പെക്ടബിൾ ഡിഗ്നിഫൈഡ് വുമൻ യു ഹാവ് നോ റീസൺ ടു കവർ യുവർ സെൽഫ് എന്നായിരുന്നു അന്നത്തെ ലോജിക്. ഇന്ന് ഈ കുറേ സദാചാര ചേട്ടന്മാരുണ്ടല്ലോ, അവരോടൊക്കെ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ കല്ലെറിയും. പക്ഷേ ഇറ്റ് വാസ് പാർട്ട് ഓഫ് ട്രഡീഷൻ. ഐ ഹാവ് പിക്ചേഴ്സ് ഓഫ് മൈ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ വാക്കിംഗ് അറൌണ്ട് ടോപ്ലെസ് ആൻഡ് ഇറ്റ്സ് പെർഫെക്റ്റ്ലി ഫൈൻ. മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ഫാമിലി ഫോട്ടോസിനകത്ത് ഈ നമ്പൂരി സ്ത്രീകൾ ഫുൾ നമുക്ക് ആക്ച്വലി ജനറേഷൻ വെച്ച് കാണാം. പ്രായമുള്ള സ്ത്രീകൾ ചുമ്മാ ഒരു മുണ്ട്, നത്തിങ് അതർ ദൻ ദാറ്റ്. ചെറുപ്പക്കാരി സ്ത്രീകൾ കാണുമ്പം എല്ലാവരും ബ്ലൗസും സെറ്റും മുണ്ടും ഇപ്പോൾ ഉടുക്കുന്ന പോലെ ഉടുത്തിരിക്കുകയാണ്. കൊച്ചിൻ റോയൽ ഫാമിലിയുടെ ഗ്രൂപ്പ് ഫോട്ടോസിലും ഇതുപോലെ കാണാം. പ്രായമുള്ള അമ്മൂമ്മമാരെയൊക്കെ ദേ ബേ ബ്രേസ്റ്റഡ്. പക്ഷേ ദ യങ്കർ വിമൻ ആദ്യം ജസ്റ്റ് ഒരു തുണി വിതൗട്ട് ദ ബ്ലൗസ്, ആൻഡ് ദ യംഗസ്റ്റ് വിമൻ ബ്ലൗസ് കൊണ്ട് ഇങ്ങനെ ഒരു നേരിയത് കൊടുത്തിട്ടുണ്ട്. സോ എവറിഥിങ് ഫ്രം ദ വേ വിമൻസ് ബോഡീസ് ആർ റെപ്രസെൻറ്റഡ്, ദ വേ വിമൻ ആർ റിട്ടൺ അബൌട്ട്, ദ വേ വിമൻ ആർ റിട്ടൺ അബൌട്ട് ഇൻ ഫിക്ഷൻ. മുമ്പേ ഹരീഷ് സാർ ഇന്ദുലേഖയെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ ഇന്ദുലേഖയ്ക്ക് ഒരു പ്രോപ്പഗാൻഡ എലിമെൻ്റ് കൂടെ ഉണ്ട്. ഇൻ ദ സെൻസ് ദറ്റ് അതിൻ്റെ ഓഥർ എഴുതുന്നത് ഒരു ഐഡിയൽ സവർണ നായർ വുമനെ പറ്റിയാണ് ഇൻ ദ വിക്ടോറിയൻ ഈറ. അപ്പോൾ ഇന്ദുലേഖ വെളുത്തതാണ്, എഡ്യൂക്കേറ്റഡ് ആണ്, നോട്ട് ജസ്റ്റ് ഇൻ സംസ്കൃതം ആൻഡ് മലയാളം ആൻഡ് ഓൾ ഓഫ് ദാറ്റ്, ബട്ട് ഓൾസോ ഇൻ വെസ്റ്റേൺ സ്റ്റൈൽ ഇതുണ്ട്. പിന്നെ അന്ന് ഈ സംബന്ധവും പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് 2-3 ഭർത്താക്കന്മാരാവായിരുന്നല്ലോ അന്ന്. അപ്പോൾ അതിൻ്റെയൊക്കെ എതിരെ നടക്കുന്ന ഒരു കാലമാണ്. അതൊക്കെ മോശമായ റിച്വൽസ് ആണെന്ന് അല്ലെങ്കിൽ മോശമായ ട്രഡീഷൻസ് ആണെന്ന് പറയുന്ന കാലമാണ്. അപ്പോൾ ഇന്ദുലേഖ ഇസ് വെരി മൊണോഗമസ്, ഒറ്റ മനുഷ്യൻ, ഷീ ഇസ് വെരി ഡിവോട്ടഡ് ടു ദിസ് വൺ മാൻ. അപ്പോൾ ഒരു ഐഡിയൽ അപ്പർ കാസ്റ്റ് സവർണ സ്ത്രീയെ കൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു നോവലാണ് ഇന്ദുലേഖ. ആൻഡ് ദാറ്റ് ഇന്ദുലേഖ, ബിക്കോസ് ഇറ്റ് ഗോട്ട് വെരി പ്രൊമനൻറ്റ് ആൻഡ് പോപ്പുലർ, ആ ഒരു നോഷൻ ഓഫ് വാട്ട് എ മലയാളി വുമൺ ഷുഡ് ബി, ദാറ്റ് ഓൾസോ ബിക്കെയിം പോപ്പുലർ. അപ്പോൾ ആ മാട്രിലിനിയൽ സിസ്റ്റം, ആ തറവാട് സിസ്റ്റം ഒക്കെ ബ്രേക്ക് ഡൗൺ ആവുന്നതിൻ്റെ ഒരു ലക്ഷണം ആസ് വെൽ ആസ് എ കാറ്റലിസ്റ്റും കൂടെയാണ് ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു നോവൽ. അപ്പോൾ ഇതിനകത്ത് എല്ലാ സ്ത്രീകളുടെ കഥകൾ നമുക്ക് റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് ആയിട്ട് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തെടുക്കാം. Thank you. Since you touched the topic of art, I just want to ask you one more question about Ravi Verma there. Ravi Verma was a great artist, but there are like രണ്ട് അഭിപ്രായങ്ങളുണ്ട് അതിനെക്കുറിച്ച്. ഇഫ് യു ലുക്ക് അറ്റ് ഹിം, ഹി വാസ് എ ജീനിയസ് ഇൻ വൺ വേ, ബിക്കോസ് ഈ പറഞ്ഞതുപോലെ തന്നെ ദേവികളെയൊക്കെ അപ്പോഴത്തെ ട്രെൻഡി ഔട്ട്ഫിറ്റിൽ വരച്ചിട്ട് എല്ലാവരുടെയും വീട്ടിൽ ഒരു കലണ്ടർ ഉണ്ടാവും. പക്ഷേ ആ ഒരു കാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബ്രിട്ടീഷ് കുറേ വേണമെങ്കിൽ ഒരു ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് എന്ന് തന്നെ പറയാം, അങ്ങനെ കുറേ ആളുകൾ വന്നിട്ട് ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ ഒരു ഡെപ്പിക്ഷൻ ഉണ്ടായി. സോ ഓഫ് കോഴ്സ് വെൻ യു ആർ റിസർച്ചിങ് അബൌട്ട് history, art can be a very good tool, and you will be finding so many interesting things there. I have seen many paintings of India, and they are all bizarre. So can you tell us a bit about that? I mean, one of my favorite paintings is early 19th century, 1830s എന്താ രാജസ്ഥാനിൽ ഉണ്ടാക്കിയ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. അതിനകത്ത് നമ്മൾ കാണുന്നത് ഒരു മദാമ, ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട്. പെൺകുട്ടി കൊച്ചുകുട്ടിയാണ്, 2 വയസ്സ് പോലും കാണുന്നില്ല. പക്ഷേ പേൾസ് ഒക്കെ ഇങ്ങനെ കമ്മലൊക്കെ കേൾസ് ഒക്കെ ഉണ്ട് മുടിയായിട്ട്. എന്നിട്ട് അമ്മയുടെ മുലപ്പാൽ കുടിക്കാൻ പോകുന്നു. അപ്പം ഈ മദാമയുടെ ഒരു ബ്രസ്റ്റ് എക്സ്പോസ്ഡ് ആണ്. ആൻഡ് ഇറ്റ്സ് സപ്പോസിഡ്ലി എ പെയിൻറ്റിങ് ഓഫ് ക്വീൻ വിക്ടോറിയ. അത് ചെയ്തത് ക്വീൻ വിക്ടോറിയ അപ്പോഴേക്കും വലിയൊരു സംഭവമാണ്. ഇന്ത്യയിലെ ആൾക്കാർക്കൊക്കെ അറിയാം ഇങ്ങനെ ബ്രിട്ടീഷുകാരുടെ മേളിൽ ഇങ്ങനെ സോവറിനായിട്ടിരിക്കുന്ന ക്വീൻ വിക്ടോറിയ ആണെന്ന് അറിയാം. പക്ഷേ ക്വീൻ വിക്ടോറിയ അന്നൊന്നും ആരും കണ്ടിട്ടില്ല. അപ്പോൾ മദാമയാണെന്നറിയാം, ഒരു മകളും ഉണ്ടെന്നറിയാം. അപ്പോൾ ആ ഒരു മോട്ടീഫിനെ എടുത്ത് യശോദ കൃഷ്ണയുടെ കുറേ പെയിൻറ്റിങ്സ് ഉണ്ട് ഇതുപോലെ പഴയ ഇന്ത്യൻ ട്രഡീഷനിൽ കൃഷ്ണന് മുലപ്പാൽ കൊടുക്കുന്ന പോലെ. ആ ഒരു ഇൻഫ്ലുവൻസ് കൂടെ ചേർത്ത് ക്വീൻ വിക്ടോറിയയെ മകൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പെയിൻറ്റിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്വീൻ വിക്ടോറിയ കണ്ടിരുന്നെങ്കിൽ അത് കീറിക്കളയോ തീ വെച്ച് കളയോ വല്ലതും ചെയ്തിരുന്നത്. പക്ഷേ ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് 2 വേൾഡ് വ്യൂസ് ഓവർ ദേ. പിന്നെ ഒരു പെയിൻറ്റിംഗ് ഉള്ളത് 17th century ഒരു പെയിൻറ്റിംഗ് ആണ്. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ട ഇറ്റ് ലുക്സ് ലൈക്ക് എ പേർഷ്യനറ്റ് ഇസ്ലാമിക് പെയിൻറ്റിംഗ്. ഒരു സ്ത്രീയുണ്ട്, അവർ പേർഷ്യനറ്റ് നമ്മുടെ സൽവാർ ചുരിദാർ പോലത്തെ പേർഷ്യനറ്റ് കുപ്പായങ്ങളാണ് ഇട്ടിരിക്കുന്നത്. പേർഷ്യൻ സ്റ്റൈലിലുള്ള മിനിയേച്ചർ പെയിൻറ്റിംഗ് ആണ്. പക്ഷേ ഇഫ് യു ലുക്ക് ക്ലോസ്ലി, രുദ്രാക്ഷമുണ്ട്, ഒരു പുസ്തകമുണ്ട്, വീണയുണ്ട്, ആൻഡ് ഇറ്റ്സ് ആക്ച്വലി എ പെയിൻറ്റിംഗ് ഓഫ് സരസ്വതി.
പക്ഷെ അത് ഉണ്ടാക്കിയെടുത്തത് സരസ്വതിയെ പൂജിച്ചിരുന്ന ഇബ്രാഹിം ആദിൽ ഷാ എന്ന് പറയുന്ന ബിജാപൂരിലെ ഒരു സുൽത്താനുണ്ട്. ഹി വാസ് എ സുന്നി മുസ്ലിം, ബട്ട് ഹി വാസ് എ ബിഗ് ഭക്തൻ ഓഫ് ഗണപതി ആൻഡ് സരസ്വതി ആസ് വെൽ. അപ്പോൾ ബിജാപൂരിൻ്റെ പേര് മാറ്റി വിദ്യാപൂർ എന്ന് വരെ ആക്കിയ മനുഷ്യനാണ്. അപ്പം സരസ്വതിയെ മാ സരസ്വതി എന്ന് വെച്ച് ഒരു മുസ്ലിം സുൽത്താൻ വിഷ്വലൈസ് ചെയ്തപ്പം ഒരു മുസ്ലിം സ്ത്രീയുടെ കുപ്പായമാണ്. സരസ്വതിയുടെ എല്ലാ അടയാളങ്ങളും ഉണ്ട്, രുദ്രാക്ഷവും വീണ എല്ലാം ഉണ്ട്, പക്ഷെ ഒരു മുസ്ലിം സ്ത്രീയുടെ ഒരു രൂപത്തിലാണ് അദ്ദേഹം വിഷ്വലൈസ് ചെയ്തത്. ശ്രീരംഗത്തിൻ്റെ അമ്പലത്തിൽ പോയാൽ അവിടുത്തെ ശ്രീകോവിലിൻ്റെ അടുത്തൊരു പെയിൻറ്റിംഗ് ഉണ്ട്, ഒരു വാൾ പെയിൻറ്റിംഗ്, ഒരു തഞ്ചാവൂർ പെയിൻറ്റിംഗ് പോലെയാണ്. നമ്മൾ കണ്ടാൽ വിചാരിക്കുക ഇതൊരു ടിപ്പിക്കൽ തഞ്ചാവൂർ പെയിൻറ്റിംഗ്, ഏതൊരു ദേവിയുടെ പടമാണ്. പക്ഷേ ഇറ്റ്സ് ആക്ച്വലി എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ മുസ്ലിം വൈഫ് ഓഫ് വിഷ്ണു. കാരണം ശ്രീരംഗത്തും മേൽക്കോട്ടയിലും വേറെ ഒരു സ്ഥലത്തും തമിഴ്നാട്ടിൽ അവിടുത്തെ വിഷ്ണുവിന് ഒരു മുസ്ലിം വൈഫുണ്ട്, തുളുക്ക നാച്ചിയാർ എന്ന് പറഞ്ഞത്. തുളുക്ക എന്ന് പറഞ്ഞാൽ തുറുഷ്ക ഇസ് ഈക്വൽ ടു ടർക്ക് ഇസ് ഈക്വൽ ടു മുസ്ലിം. എന്നിട്ട് നാച്ചിയാർ എന്ന് പറഞ്ഞാൽ പ്രിൻസസ്. അപ്പം വിഷ്ണുവിന് ഒരു മുസ്ലിം വൈഫുണ്ട്, ആ മുസ്ലിം വൈഫിനെയാണ് ഈ അമ്പലത്തിൽ സ്ഥാപിച്ച് വെച്ചേക്കുന്നത്. പക്ഷെ അത് ഹിന്ദുസ് വരച്ചപ്പോൾ ഒരു ഹിന്ദു രീതി തന്നെയാണ് ഈ മുസ്ലിം സ്ത്രീയെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അഗൈൻ ഓൾ ഓഫ് ദീസ് പീസസ് ഓഫ് ആർട്ട് ആർ ടെല്ലിങ് യു സംതിങ് അബൌട്ട് ഹിസ്റ്ററി, ദേ ടെല്ലിങ് യു സംതിങ് അബൌട്ട് ഹൗ പീപ്പിൾ വിഷ്വലൈസ്ഡ് തിങ്സ്. അത് ഓരോ ജനറേഷനും അവരുടെ കാലം വെച്ചുകൊണ്ടാണ് സെയിം ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് അല്ലെങ്കിൽ സെയിം മിഥോളജിക്കൽ ഫിഗേഴ്സിനെ റീഇമാജിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് രവിവർമ്മയും ചെയ്തിരിക്കുന്നത്. രവിവർമ്മയുടെ വിക്ടോറിയൻ ഈരയിൽ he could not go around painting topless women. So he had to have a blouse wearing, sari wearing Saraswati and Lakshmi. അത് ഈ കാലണ്ടർ ആർട്ട് പറയുന്നത് he himself, അത് പാർട്ട്ലി നാഷണലിസ്റ്റിക് റീസൺസിന് വേണ്ടിയാണ് ഈ സെയിം പെയിൻറ്റിങ്സിൻ്റെ പ്രിൻറ്റ്സ് ഉണ്ടാക്കി തുടങ്ങി. അന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞു പ്രിൻറ്റ്സ് ഉണ്ടാക്കിയ യു വിൽ ബി ട്രീറ്റഡ് ആസ് എ കാലണ്ടർ ആർട്ടിസ്റ്റ്. അതുകൊണ്ടാണ് ഒരു ചെറിയൊരു നെഗറ്റീവ് റെപ്യൂട്ടേഷൻ വന്നത്, ബിക്കോസ് ഹിസ് പെയിൻറ്റിങ്സ് ബിക്കെയിം വെരി ആക്സസിബിൾ. പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ആസ് കാലണ്ടർ വർക്ക്സ് അല്ലെങ്കിൽ ആസ് ആക്സസിബിൾ പീസസ് ഓഫ് ആർട്ട് അതെത്തി. ആൻഡ് ഹി ലെഫ്റ്റ് എ മച്ച് ലാർജർ സോർട്ട് ഓഫ് കോൺഷ്യസ്നെസ് ഓൺ പീപ്പിൾസ് ഇമാജിനേഷൻസ്. പിന്നെ ഒരു ഇതുള്ളത് നമ്മുടെ കാലത്തും കാണാറുണ്ട്. ഇപ്പം ഞാൻ കേരളത്തിലും ശ്രദ്ധിക്കുന്നുണ്ട്, തമിഴ്നാട്ടിലും ശ്രദ്ധിക്കുന്നുണ്ട്. പഴയ ബ്രോൺസസും പഴയ വിഗ്രഹങ്ങളുണ്ട്. അതിനകത്ത് മുമ്പ് പറഞ്ഞ പോലെ ദേവിമാർക്കൊന്നും ബ്ലൗസ് ഇല്ല, പക്ഷേ ഇപ്പം സെറ്റ് മുണ്ട് കൊടുത്ത് അതിനെ കവർ ചെയ്ത് വെക്കുന്ന ഒരു ഇതുണ്ട്. തിരുപ്പതി പോയ കൃഷ്ണദേവരായ വിജയനഗറുണ്ട്, അദ്ദേഹം കൊടുത്ത ഒരു ബ്രോൺസ് വിഗ്രഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ രണ്ട് ഭാര്യമാരുടെയും. ഇപ്പോൾ ആ ഭാര്യമാരെ കവർ ചെയ്ത് വെച്ചേക്കുക സാരി ഉടുപ്പിച്ച്, കാരണം ദേ കാൺ ബി സീൻ എസ് ബേ ബ്രസ്റ്റഡ്. അതും ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് അവർ മെൻറ്റാലിറ്റി ഇൻ അവർ ടൈം. അത് ആക്ച്വലി ഒരു ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്റ്റ് ആണ്, പക്ഷേ ആ സ്ത്രീകളെ അങ്ങനെ കാണാതെ വെക്കാതിരിക്കാൻ വേണ്ടി ഒരു തുണി വെച്ച് മറിച്ചാണ് ഇന്ന് നമ്മൾ അവരെ കാണുന്നത്. So, moving on to your newer books and the history you have been talking about in them, you are in your new book, God's Guns and Missionaries, you are almost touching caste, religion, culture, and everything, and that is a very sensitive ground. So, what kind of safeguards you take so that you are not outraging the masses there? See, it's not my business to be afraid of outraging the masses. ഇപ്പോൾ എഴുത്തുകാർ ആ മാസസിൻ്റെ ഔട്ട്റേജ് ആലോചിച്ച് എഴുതി തുടങ്ങിയ there's no point to writing then, no? You are supposed to write to express ideas freely and openly. അപ്പോൾ അതിനകത്ത് if we start self-censoring, അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം. So I think മാത്രമല്ല, I understand if say you're a beginner. ഇപ്പം I've been around for 10 years. If I don't have the guts to stick my neck a little bit out, അങ്ങനെ വലിയ ധൈര്യം ഒന്നും എനിക്കില്ല. ഞാനിപ്പം പോയി ഒരാളെ പ്രൊവോക്ക് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഐ എം ഗോയിങ് ടു ട്രൈ ആൻഡ് ബി ആസ് ഓണസ്റ്റ് ആൻഡ് സിൻസിയർ ടു മൈ വോയിസ് ഗോയിങ് അഹെഡ്, ബിക്കോസ് നമുക്കത് പറ്റും. ഇപ്പം നമ്മളെ അറ്റാക്ക് ചെയ്താൽ വന്നാലും അറ്റ്ലീസ്റ്റ് 4 ആൾക്കാർ നോട്ടീസ് ചെയ്യും. അത് നമുക്കൊരു പ്രിവിലേജ് ആണ്. ഇറ്റ്സ് ഓൾസോ എ സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ്. സോ വി ഷുഡ് നോട്ട് ബി അഫ്രെയ്ഡ് ഓഫ് ഇറ്റ്. അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് ഈസി ഫോർ മീ ടു സേ ആസ് ഓഫ് നൗ. ഇപ്പം വരെ ആരും കല്ലെറിയാൻ വന്നിട്ടില്ല. 1-2 ഇങ്ങനത്തെ ലീഗൽ സിറ്റുവേഷൻസേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ വി ഹാവ് ടു സ്റ്റിക്ക് ആ നെക്ക് ഔട്ട് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ സെൽഫ് സെൻസർഷിപ്പ് പാടില്ല. സോ യു റൈറ്റ് തിങ്സ് ഇൻ എൻ ഈവൻ ഹാൻഡഡ് വേ ആൻഡ് ഹോപ്പ് ദറ്റ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഇപ്പോൾ ഹരീഷ് സാറിന് പറഞ്ഞ പോലെ ഒരു സന്ദർഭത്തിൽ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അദ്ദേഹത്തിനെ ക്യാൻസൽ ചെയ്തു, വേറൊരു സന്ദർഭത്തിൽ യുക്തിവാദികൾ ക്യാൻസൽ ചെയ്തു. അതെനിക്കും പറ്റിയിട്ടുണ്ട്. ഈ പുസ്തകത്തിന് തന്നെ എഡിറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓരോ ചാപ്റ്റർ വെച്ച് വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, ഈ ചാപ്റ്റർ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വായിക്കുമ്പോൾ റൈറ്റ് വിങ് എനിക്ക് പരവെക്കും. ഫസ്റ്റ് ചാപ്റ്റർ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ലെഫ്റ്റിൽ നിന്ന് കിട്ടും കുറച്ച് തെറി. അങ്ങനെ ഓരോ ചാപ്റ്റർ വെച്ച് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മൾ എവിഡൻസ് വെച്ച് പോകുമ്പം ആർക്കും ചിലപ്പം പിടിക്കാത്ത കാര്യങ്ങൾ ചിലപ്പോൾ അതിനകത്ത് വരും. ഇറ്റ്സ് ഇസ് മൈ ഡ്യൂട്ടി ടു സ്റ്റിക്ക് ടു ദാറ്റ്, ബിക്കോസ് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ആണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമല്ല. വി ആർ ഓൾസോ ട്രൈങ് ടു എഡ്യൂക്കേറ്റ് ദി ഓഡിയൻസ് ആൻഡ് ഗിവ് ദം എ സെൻസ് ഓഫ് വാട്ട് റിയാലിറ്റി വാസ് ലൈക്ക് ബാക്ക് ഇൻ ദി ഡേ. പക്ഷേ അതിലും ഫോർ എക്സാമ്പിൾ 1-2 കഥകൾ എൻ്റെ പബ്ലിഷേഴ്സിൻ്റെ വക്കീൽ ടോൾ മീ ഇതിനകത്തൊന്ന് റിമൂവ് ചെയ്യണം. പക്ഷേ ഐ സെഡ് നോ വേ ഐ എം റിമൂവിങ് ഇറ്റ്. അത് ഒന്നെന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻ മിഷണറീസൊക്കെ വന്ന് 19th century ഒക്കെ ആയപ്പോഴേക്കും ക്രിസ്ത്യാനിറ്റി
കേരളത്തിലൊക്കെ പണ്ടേ ഉണ്ട്. പക്ഷേ ഇത് അങ്ങനത്തെ ക്രിസ്ത്യാനിറ്റി, ഇത് വെസ്റ്റേണൈസ്ഡ്. പോർച്ചുഗീസുകാർ വന്നപ്പം കേരളത്തിലെ നസ്രാനീസിനെയും ടാർഗറ്റ് ചെയ്തിരുന്നു. കാരണം അവർ പറഞ്ഞു നിങ്ങൾ ക്രിസ്ത്യാനിറ്റി അല്ല, ഞങ്ങൾ പറയുന്ന പോപ്പിൻ്റെ കാത്തലിക് ഫെയ്ത്ത് മാത്രമാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ, അതാണ് ശുദ്ധ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ് നസ്രാനികളെയും പെർസിക്യൂട്ട് ചെയ്ത ആൾക്കാരാണ് പോർച്ചുഗീസ്. പക്ഷേ നാച്ചുറലി ടുവേർഡ്സ് ഹിന്ദുസും പോർച്ചുഗീസിൻ്റെ ഒരു വിട്രിയോളും ഒരു പെർസിക്യൂഷനും ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനിറ്റി ഒരു ത്രെറ്റായിട്ട് ഒരുപാട് ഹിന്ദു സർക്കിൾസിന് 19th century ആയപ്പോഴേക്കും വന്നു. പക്ഷേ ഹിന്ദുസ് ഓൾസോ ഹാവ് ടു റെസ്പോണ്ട് ടു ഇറ്റ്. അപ്പോൾ അന്ന് അവരൊരു ഇൻട്രസ്റ്റിംഗ് കഥ ഉണ്ടാക്കി. അവർ പറഞ്ഞു ഈ ഹിന്ദു ട്രഡീഷൻസ്, ശൈവിസം, വൈഷ്ണവിസം, ശാക്തിസം ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഹിന്ദുക്കളുടെ ആത്മാക്കളെല്ലാം അങ്ങ് ദൈവലോകത്തെത്തുമായിരുന്നു. എല്ലാവരും അങ്ങ് വളരെ ഹിന്ദു ട്രഡീഷൻസ് അങ്ങനെ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു. പക്ഷേ ലോകത്ത് യൂണിവേഴ്സിൽ കോസ്മിക് ബാലൻസ് വേണം, എന്ന് വെച്ചാൽ നരകത്തിലും ആൾ വേണം. അതുകൊണ്ട് നരകത്തിൽ ഡീപോപ്പുലേഷൻ വരാതിരിക്കാൻ വേണ്ടി ഭഗവാൻ ഉണ്ടാക്കിയ ഒരു റിലിജനാണ് ക്രിസ്ത്യാനിറ്റി. അപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും എങ്ങനെയെങ്കിലും നരകത്തിൽ എത്തും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി. അത് ആക്ച്വലി ഒരു റിലിജനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള കഥയല്ല. യു ക്യാൻ റീഡ് ഇറ്റ് ദാറ്റ് വേ. ഫോർ എ ഹിസ്റ്റോറിയൻ ഇറ്റ് ഈസ് എ വേ ടു സീ ഹൗ സൊസൈറ്റി ഈസ് റെസ്പോണ്ടിങ് ടു എ ത്രെറ്റ് അറ്റ് ദാറ്റ് ടൈം. അന്ന് അവർ ക്രിസ്ത്യൻ മിഷണറീസിനെ കണ്ടപ്പോൾ ഒരു ത്രെറ്റായിട്ട് തോന്നി. പക്ഷേ വെള്ളക്കാരുടെ ഭരണവും കൂടാണ്. അപ്പോൾ ആ മിഷണറിയെ പുറത്താക്കാനും പറ്റത്തില്ല. യു ഹാവ് ടു അക്നോളജ് ഇറ്റ്. പിന്നെ ഈ ജാതിയുടെ കാര്യത്തിലൊക്കെ മിഷണറീസ് വന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ദളിത്സിന് ആദ്യമായിട്ട് സ്കൂൾ ആക്സസ് കിട്ടിയതും എഡ്യൂക്കേഷൻ ആക്സസ് കിട്ടിയതും പൊളിറ്റിക്കൽ മൊബിലൈസേഷനൊക്കെ കിട്ടുന്നത് മിഷണറീസ് വഴിയാണ്. സോ ദ മിഷണറീസ് എ ത്രെറ്റ്, പക്ഷേ ഹി ഓൾസോ ഇസ് ഡൂയിങ് തിങ്സ് ദറ്റ് യു ഹാവ് ടു റെക്കൺസൈൽ ടു. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മുടെ വേൾഡ് വ്യൂവിൽ ആ മിഷണറിക്ക് ഒരു സ്ഥാനം കൊടുക്കണം. പക്ഷേ ഒരു നെഗറ്റീവ് സ്ഥാനമാണ് കൊടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു കഥയാണ്. അങ്ങനെയാണ് ഹിസ്റ്റോറിയൻ ഇതിനെ നോക്കുന്നത്. പക്ഷേ എ പേഴ്സൺ റീഡിങ് ഇറ്റ് മേ സേ ഓ ദിസ് ഇസ് ടാർഗറ്റിംഗ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വരും. പിന്നെ ഒരു കഥ ഞാൻ എപ്പോഴും പറ്റുന്നിടത്തൊക്കെ പറയുന്നതാണ്, എസ്പെഷ്യലി ഇന്നത്തെ സന്ദർഭത്തിൽ. ഈ മഹാരാഷ്ട്രയിലെ ഛത്രപതി ശിവാജി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ നെഫ്യൂ തഞ്ചാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, തഞ്ചാവൂരിലുണ്ട് മറാഠാസിൻ്റെ ഒരു റോയൽ ഫാമിലി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നെഫ്യൂ ഏർലി 18th century ഷാഹു എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹം മറാഠി സ്പീക്കിംഗ് പ്രിൻസ് ആണ്. ഭരിക്കുന്നത് തമിഴന്മാരെയാണ്. പക്ഷെ അന്ന് വിജയനഗരുടെ കാലം മുതൽ തെലുങ്ക് വാസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോർട്ട് ലാംഗ്വേജ്. അപ്പോൾ അദ്ദേഹം തെലുങ്കിൽ എഴുതിയ ഒരു പ്ലേ ഉണ്ട്, സത്യദാന സുരമു എന്ന് പറഞ്ഞ്. അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ടേക്ക് മൈ വൈഫ് എന്നാണ്. അപ്പോൾ സത്യദാന സുരമുവിൽ നടക്കുന്നത് മോറു ഭട്ട്ലു എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മൺ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് പോവുക. ഒരാളും കൂടെ ഉണ്ട്, കൂടെ ഒരു സ്റ്റുഡൻറ്റ്. അപ്പോൾ പോകുന്ന വഴി ദൂരെ ഒരു സ്ത്രീയെ കണ്ടു. അയാൾ പറഞ്ഞു, ആഹാ എന്തൊരു സുന്ദരി, ഐ വോണ്ട് ടു ഗോ ആൻഡ് ഫ്ലേർട്ട് വിത്ത് ഹർ. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് പറഞ്ഞു, താങ്കൾ വലിയൊരു ശാസ്ത്രിയാണ്, വലിയ പണ്ഡിതനാണ്, തിങ്ക് ഓഫ് ദ വേദാസ്, തിങ്ക് ഓഫ് ദ ശാസ്ത്രാസ്. അപ്പോൾ മോറോ ഭട്ട്ലു പറഞ്ഞു, എനിക്ക് ശാസ്ത്രവും വേദമൊന്നും വേണ്ട, എനിക്ക് ഈ സ്ത്രീയുമായിട്ട് പോയി ഇപ്പം കുറച്ച് ഫ്ലേർട്ട് ചെയ്തേ പറ്റൂ, ഐ ഹാവ് ടു. അപ്പം ആവട്ടെ എന്ന് പറഞ്ഞ് പോയി. സ്ത്രീ was not expecting this. So the സ്ത്രീ turned around and she said, how do I get rid of this man? ഒരു സ്റ്റോക്കറെ പോലെ അവർ ചുമ്മാ അവരുടെ കാര്യം നോക്കി നിന്നപ്പം ഇദ്ദേഹം വന്ന് ഇങ്ങനെ ഫ്ലേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. So first she said, look, I'm married, so I can't have any dealings with you. അപ്പം the Brahmin says, അത് കുഴപ്പമില്ല, give me your loins as you would donate land to a Brahmins. ഒരു ദാനം കൊടുക്കുന്ന പോലെ you can consider this. അപ്പോൾ അവർ പറഞ്ഞു, I have to come up with one more excuse. അപ്പോൾ അവർ പറഞ്ഞു, കാസ്റ്റ് ഞങ്ങൾ ലെതർ വർക്കിംഗ് ദളിത് കാസ്റ്റിലെയാണ്, ഞങ്ങൾ വലിയ ബ്രാഹ്മണനല്ലയോ, അപ്പം നമ്മൾ തമ്മിൽ ഒരു ഇതും പാടില്ല. അപ്പം അഗൈൻ ദ ബ്രാഹ്മിൻ സേസ്, ഇതൊക്കെ നമ്മൾ ബ്രാഹ്മിൻസ് ചുമ്മാ ഉണ്ടാക്കിയ റിച്വൽസാ, യു കം വിത്ത് മീ, നോ പ്രോബ്ലം. അവസാനം ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഈ സ്ത്രീ പറയുന്നത്, ലുക്ക് യു ആർ എ ഗ്രേറ്റ് ബ്രാഹ്മിൻ, വി ആർ ലോവർ കാസ്റ്റ് ഗ്രൂപ്പ്, ഞങ്ങൾ കള്ളും കുടിക്കും ബീഫും കഴിക്കും, അപ്പം വി ആർ നോട്ട് ശുദ്ധം ഇനഫ് ഫോർ യു. അപ്പം ദ ബ്രാഹ്മിൻ സേസ്, വെൽ ഐ ഡ്രിങ്ക് ദ കൗസ് മിൽക്ക്, യു ഈറ്റ് ദ ഹോൾ കൗ, യു മസ്റ്റ് ബി പ്യുവർ ദൻ മീ. ഇത് ബൈ ദ വേ ശിവാജിയുടെ നെഫ്യൂ 18th century എഴുതിയ പ്ലേ ആണ്. ഇന്നിതൊരു എഴുത്തുകാരൻ എഴുതിയ, യു നോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ഇന്ത്യ ഓർ ഫ്രാങ്ക്ലി എനിവർ ഇൻ ദ വേൾഡ് ദീസ് ഡേയ്സ്, എവറിബഡി ഈസ് ഇൻടോളറൻറ്റ്. പക്ഷേ 18th century അദ്ദേഹം എഴുതിയ ഒരു പ്ലേ ആണ്. സോ ഹീസ് പാരഡിങ് കാസ്റ്റ്, ഹീസ് പാരഡിങ് ബ്രാഹ്മണിക്കൽ ക്ലെയിംസ് ടു സുപ്പീരിയോറിറ്റി, ബീഫിനെ പറ്റി ഒരു ജോക്ക് ക്രാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് പ്ലേ യൂസ് ടു ബി പെർഫോംഡ് ഇൻ ടെമ്പിൾസ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി, ഒരു ടെമ്പിൾ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് പെർഫോം ചെയ്തിരുന്ന പ്ലേ ആണ്. ഒരു അപ്പർ കാസ്റ്റ് ഹിന്ദു രാജാവ് എഴുതിയതാണ്. സോ യു റിയലൈസ് ദറ്റ് ഹിസ്റ്ററിയിൽ ഇങ്ങനത്തെ ഒരുപാട് എലിമെൻറ്റ്സ് ഉണ്ട്. ഇതും ഇപ്പോൾ ഈ ബീഫിൻ്റെ കാര്യം ഞാൻ ഇന്ത്യ പറഞ്ഞാൽ ഇപ്പോൾ ആരും ഒന്നും പറയില്ലായിരിക്കും. ചിലപ്പോൾ 10 വർഷം ശേഷമായിരിക്കും യൂട്യൂബിൽ ആരെങ്കിലും ഒരു ക്ലിപ്പ് എടുത്തിട്ടിട്ട് ഒരു കേസോ വരുന്നത് എൻ്റെ തലയിൽ വരുന്നത്. ആരോ ഏതോ കാര്യത്തിൽ എഴുതി. ഐ എം ട്രൈങ് ടു മേക്ക് എ പോയിന്റ് ത്രൂ ദാറ്റ് സ്റ്റോറി. പക്ഷേ they will say, oh, you're attacking our beliefs, or you're attacking the sacred quality of the cow, or whatever it is that people want to hold up at that time. So history is full of stories like this, and the job of a historian is to communicate these stories just so that we are able to reflect
and we don't get over serious and over pious about ourselves. എൻ്റെ ഒരു മേജർ സോഴ്സ് ഓഫ് ദേഷ്യം ഇതാണ്. എല്ലാവർക്കും ഒരു സെൻസ് ഓഫ് എക്സ്ട്രീം പയറ്റി. ആസ് ഇഫ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ ആൻസെസ്റ്റേഴ്സ് ഒന്നും അങ്ങനെ പണ്ട് നട്ടലിങ്ങനെ നേരെ വെച്ച് വളരെ സാത്വികമായ ജീവിതങ്ങൾ ജീവിച്ച ആൾക്കാരൊന്നും അല്ല. അവർക്കും ഉണ്ടായിരുന്നു അവരുടെ കുസൃതിയും വേണ്ടാതീനങ്ങളും മോശം ഹാബിറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ കവിത എഴുതാൻ പറ്റും, വലിയ ഇൻ്റലക്ച്വൽ തോട്ട്സും ഉണ്ടായിരുന്നു. അതിനപ്പുറത്ത് ദേ ഹാഡ് അതർ sides to them as well. They were also human beings. So if we acknowledge that, then we won't have any issues with it. But when we have this hypocrisy that we have to pretend that something is perfect and ഒന്നിനും അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ pretend ചെയ്യുമ്പോഴാണ് you get threatened by stories like this. But I see it as not a reason to be threatened, but as another very colorful element in our equally colorful and rich past. Okay, so we see instances of history being rewritten, trying to erase some events, and sometimes even using history as a weapon. So can you share some anecdotes of incidents like that you have observed? History being rewritten is okay, but history being reinvented is what the problem is. Because ഇപ്പോൾ ഒരുപാട് ഇൻവെൻറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി വരുന്നുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, നമുക്ക് നോർത്ത് ഇന്ത്യയിലെ ഇപ്പം ടെക്സ്റ്റ് ബുക്സ് ഒക്കെ നമുക്ക് കാണാമല്ലോ. ഫാക്ട് നടന്നിരിക്കുന്നത് സേ രാജ എക്സ് ലോസ്റ്റ് ടു സുൽത്താൻ വായ്. പക്ഷേ ഇപ്പോൾ അത് തിരിച്ചാണ് കാണുന്നത്. ഇല്ലല്ല, തോറ്റെന്ന് എഴുതാൻ പറ്റത്തില്ല. സോ ഹിസ്റ്ററിയെ തന്നെ മൊത്തമായിട്ട് ചേഞ്ച് ചെയ്ത് എഴുതുന്ന ഒരു ഇതാണ്. പക്ഷേ ദാറ്റ്സ് ഓൾസോ ടെലിങ് യു സംതിങ് അബൌട്ട് സൊസൈറ്റി. ഫ്യൂച്ചർ ഹിസ്റ്റോറിയൻസ് നമ്മുടെ കാലം പഠിക്കുമ്പം അവരും ഈ സെയിം ടെക്സ്റ്റ് ബുക്ക് പോളിറ്റിക്സിനെ പഠിക്കും. ഓൾറെഡി ഉണ്ട്. എൻ്റെ തന്നെ കോളീഗായിട്ട് ലണ്ടനിൽ ഞാൻ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഹീസ് ആക്ച്വലി സ്റ്റഡീഡ് ടെക്സ്റ്റ് ബുക്ക് പോളിറ്റിക്സ്. ഈ ടെക്സ്റ്റ് ബുക്സിനെ ഉപയോഗിച്ച് ഹിസ്റ്ററി എന്തിനു മാറ്റുന്നു, അത് ആക്ച്വലി ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ പാസ്റ്റ്. It's not about things that happened in history. അത് ഫ്യൂച്ചറിനെ ഒരു രീതി ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടെക്സ്റ്റ് ബുക്സിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ആൻഡ് ഫ്രാങ്ക്ലി, ആസ് ലോങ് ആസ് ഗവൺമെൻറ്റ്സ് ഡിറ്റർമിൻ ടെക്സ്റ്റ് ബുക്സ്, all governments come from political parties and all political parties have ideologies. അപ്പോൾ കുറച്ചൊരു ഐഡിയോളജിക്കൽ പെനിട്രേഷൻ ഹിസ്റ്ററിയിലേക്ക് എന്തായാലും വരും, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സ്റ്റേറ്റ് കൺട്രോൾഡ് ടെക്സ്റ്റ് ബുക്സ്. അത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ദ ഡിഫറൻസ് ഇസ് സം പീപ്പിൾ do it less, some people will do it more. Some people will do it with some nanam, some people will do it with zero nanam. അത്രയേ ഉള്ളൂ ഒരു വ്യത്യാസം. The answer to this is you should just cultivate the habit of reading, because if people read, then you can't police what they are reading. ഇപ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഓബ്രി മെന്നിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഐറിഷ് അമ്മയും ഈ മാറുമറക്കാത്ത അമ്മൂമ്മയുടെയും. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇൻ ഇംഗ്ലീഷ് കോൾഡ് രാമ റീടോൾഡ്, അത് രാമായണ റീടോൾഡ്. 1950s നെഹ്റുവിൻ്റെ ഗവൺമെൻറ്റാണ് ബാൻ ചെയ്തത്. കാരണം ഇറ്റ്സ് എ സറ്റിറിക്കൽ ടേക്ക് ഓൺ ദ രാമായണം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇൻ്റർനെറ്റിൽ പോയി തപ്പി അത് ഉടനെ കിട്ടും. കാരണം അത് സ്കാൻ കോപ്പീസൊക്കെ archive.log ഈസിലി കിട്ടുന്ന ഒരു ഇതാണ്. സോ all said and done, you can't really change the past. All said and done, good history and the truth will always stand out. These attempts to reinvent will be analyzed in future, and they will be seen as attempts to manipulate, and they're not going to leave, I think, any kind of long-term mark. I think we need to move on to Q&A. I just have one more question. So in this digital age, going forward, everything is being recorded, everything is being preserved. So what is going to be the role of a historian? How do you see yourself and other historians in this digital age? Everything is certainly being recorded. ഇപ്പോൾ ഒരു കുഴപ്പമുള്ളത്, ഇപ്പോൾ അവസാനത്തെ പുസ്തകം നവംബറിലാണ് കഴിഞ്ഞ വർഷം വന്നത്. അതിൻ്റെ പ്രൊമോഷണൽ ഇവൻറ്റ്സ് നടന്നുകൊണ്ടിരുന്നത് ജൂൺ 29 വരെ, ഓൾമോസ്റ്റ് 7 മാസം ഇവൻറ്റ്സ് ആയിരുന്നു. നമുക്ക് ഒരേ പുസ്തകത്തിനെ പറ്റി ഓരോ ഇവൻറ്റ് പുതിയ രീതികളിൽ പറയാൻ പറ്റത്തില്ലല്ലോ. എല്ലാം ഇപ്പോൾ യൂട്യൂബിൽ എടുക്കുന്നതുകൊണ്ട് 6 മാസം കഴിയുമ്പോഴേക്കും യു സ്റ്റാർട്ട് സൗണ്ടിങ് ദ സെയിം, ബിക്കോസ് യു ആർ സെയിങ് ദ സെയിം, യു ആർ നരേറ്റിംഗ് ദ സെയിം സ്റ്റോറി അബൌട്ട് ദ സെയിം ബുക്ക് അഗൈൻ ആൻഡ് അഗൈൻ ഇൻ ഫ്രണ്ട് ഓഫ് ഡിഫറെൻറ്റ് ഓഡിയൻസസ്. അപ്പോൾ യൂട്യൂബിൽ എത്തുമ്പോൾ ചിലവർ വിചാരിക്കും ഇയാൾക്ക് വേറെ പറയാനൊന്നും ഇല്ലേ, എല്ലാം സെയിം സാധനം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദ നേച്ചർ ഓഫ് ദ ഡിജിറ്റൽ വേൾഡ്. I think there's opportunity as well as a situation for subversion in it, in the sense that ഇന്റർനെറ്റിനെയും ഡിജിറ്റലിനെയും മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അതിനെ ഒരു പോസിറ്റീവ് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയും പൊട്ടൻഷ്യലും അതിനുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ ക്വസ്റ്റൻ ഓഫ് വാട്ട് വി യൂസ് ഇറ്റ് ഫോർ. അപ്പോൾ ഇതിനൊന്നും ഭയക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഈ AI വന്നപ്പോൾ I don't think there's any reason to ഭയപ്പെടോ from it. The thing is, you can use these as opportunities and things can move to the next level. ഇന്നലത്തെ ടോക്കിൽ ഹരീഷ് സർ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ദാറ്റ് ഒരു കാലത്ത് ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ, they did not have access to so many things that today we now have access to. ഒരു കാലത്ത് എഴുതാനും വായിക്കാനും തന്നെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടായിരുന്നു. Then it came to a time of novels. Then cinema came into the picture. Now there's social media. ആ സിനിമയെ തന്നെ അനലൈസ് ചെയ്യുന്നു. Cinema is based on a script that is based on a book.
you have opportunities now. So I think the digital world opens up a lot of opportunities, and we should see it as an opportunity. ഫ്യൂച്ചർ ഹിസ്റ്റോറിയൻസ് ഡിജിറ്റൽ വേൾഡിലും ഒരുപാട് എവിഡൻസ് ആയിട്ട് കാണാൻ പോകുന്നുണ്ട്. അഗൈൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇപ്പം ഞാൻ ഒരു കാലത്ത് ശശി തരൂരോട് ജോലി ചെയ്തിരുന്നല്ലോ. poor man got into a lot of trouble about 15 years ago because he used to tweet about things. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇതിനെ പറ്റി എന്തിനാണ് ട്വീറ്റ് ചെയ്യുന്നത്, ഈ മീറ്റിങ്ങിനെ പറ്റി എന്തിനാണ് ട്വീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നു. when you meet somebody, in fact government policies now announced often on social media. ട്രംപ് എല്ലാ രാവിലെ എണ്ണിച്ച് അദ്ദേഹത്തിന് തോന്നുന്ന കാര്യങ്ങൾ ആദ്യം ട്രൂത്ത് സോഷ്യലിലാണ് ഇടുന്നത്. അവിടുന്ന് പിന്നെ ബാക്കി ലോകം അറിയുന്നത് ഇതാണ് ഇന്നത്തെ US പോളിസി എന്നുള്ള രീതിയിൽ. സോ ഫ്യൂച്ചർ ഹിസ്റ്റോറിയൻസ് ആർ ഗോയിങ് ടു അനലൈസ് ഇറ്റ്. ഓരോ പ്രസിഡന്റും ഇമ്പോർട്ടൻറ്റ് പൊളിറ്റിക്കൽ ഫിഗേഴ്സിൻ്റെയും ട്വീറ്റ്സും ഡിജിറ്റൽ ആക്ടിവിറ്റിയും കൂടെ പഠിച്ച് അനലൈസ് ചെയ്താണ് ഫ്യൂച്ചർ ഹിസ്റ്റോറിയൻസ് അവരുടെ കഥ എഴുതാൻ പോകുന്നത്. അവരുടെ മാത്രമല്ല, നമ്മുടെ തന്നെ ഒരു ബ്രോഡ് ട്രെൻഡ് ഓഫ് വൈ ദ വേൾഡ് ഇസ് മൂവിങ് മോർ ടുവേർഡ്സ് റൈറ്റ് വിങ്ങിസം, വൈ നേറ്റിവിസം ഇസ് ഗ്രോയിങ് ഇൻ ദ വേൾഡ്, why societies are becoming more intolerant, more closed. All of these things are also linked to social media and new forms of expression. ആ ഒരു പ്രോസസ്സിനെയും ഡിജിറ്റലി ആണ്, അതിൻ്റെ റിഫ്ലക്ഷനും എക്സ്പ്രഷനും ഡിജിറ്റലി ആണ് നമ്മൾ കാണുന്നത്. ഇറ്റ് വിൽ ഓൾസോ ബി അനലൈസ്ഡ് അക്കോർഡിംഗ്ലി ബൈ ഫ്യൂച്ചർ ഹിസ്റ്റോറിയൻസ്. അപ്പം ദ ഡിജിറ്റൽ വേൾഡ് ഇസ് എൻ ഇൻട്രസ്റ്റിംഗ് ന്യൂ കമോഡിറ്റി for future generations of writers and scholars. Now the floor is open for questions. Manu, thank you. Very interesting discussion. I had a question as a historian. I'm wondering whether the world as we know it, is there real progress, or is history being recycled over and over again? Or is evolution actually happening besides the technological advances that happen? Culturally and socially, are we just seeing a repeat over time? It's not so much a repeat of exact events, but it is often a repeat of patterns. Because as I often say, that all said and done, a human being 1,000 years ago had similar impulses to human beings today. We have the same emotions, we have the same limitations, etc., etc. Technology and changes in the world will alter the way in which some things operate, but that core human impulse often remains the same. So what happens is, ultimately all societies are made of human beings. All political universes are made of human beings. Everything we do is ultimately a human story. So across times, while a lot of external attributes might change, the fundamental piece of the puzzle is essentially predictable, which is the human being. So although the history doesn't repeat itself, as the saying goes, it rhymes. There are rhythms that keep reappearing, there are patterns that keep reappearing, and I think we'll also see that. Anything that goes up in the world ends up coming down. Everything goes a full circle. There are upswings and downswings. So I think we're going to see that kind of pattern in our time as well. The difference perhaps is that with technology and with these changes coming about, the world swings a lot faster as well. Pand something would take a long time to say come around. Now things happen much faster. So the unpredictability is higher, and therefore the potential for chaos also may be higher. But again, I am also not entirely convinced by this line of argument, because ella generation idokka thanne parnittulladu. Oh, things have never been as bad as now. Everything is terrible. Everything was better in the time of our ancestors. Idu pandulla aalkar parnittulla കാര്യങ്ങളാ. So I think every generation feels that the world is going to the dogs in their time. പക്ഷേ 100 years from now, the world will still be spinning. They will adapt in a different way, and they will have their own problems to face in future. So ഇതിനെ അങ്ങനെ exaggerate ചെയ്യേണ്ട കാര്യവുമില്ല. We needn't be over paranoid about the state of the world. Hi. Where are you? Manu, yeah. This is Chitra here. I'd like to know how you play fly in the wall and know the inside stories, like the Jaipur prince and the Jodhpur prince story, and Raja Ravivarma's wife throwing away the chandelier. How do you get hold of those stories? Because historical things, it's easy. Everybody can find out. So how do you play fly in the wall? Firstly, you have to be a historian with an eye for detail, because often things are in small details here and there. For instance, I got into a lot of trouble with Ravivarma's descendants. Some descendants, many are okay, but some descendants. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിൻ്റെ അമ്മയപ്പൻ ഒരു കൊലപാതകം നടത്തിയിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫീസിലൊന്നും ആരും എഴുതിയിട്ടില്ല. കാരണം ആ റെക്കോർഡ്സൊക്കെ ഒരു തമ്പുരാനല്ലായിരുന്നു. സോ അന്നത്തെ കാലത്ത് ആ റെക്കോർഡ്സൊക്കെ മായ്ച്ചു കളഞ്ഞു. പക്ഷെ അത് ന്യൂസ് പേപ്പേഴ്സിൽ ആ കോൺട്രവേഴ്സി വന്നുകൊണ്ട് ആ ന്യൂസ് പേപ്പർ റെക്കോർഡ്സ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഐ സ്റ്റാർട്ടഡ് ഫൈൻഡിങ് ദീസ്
almost week by week accounts of what was happening in that case. Amayappan suspected this one palace servant of having an affair with his wife. അദ്ദേഹം ചക്ക എടുത്ത് ഇദ്ദേഹത്തിനെ അടിച്ചു കൊന്നു. അത് പിന്നെ കേസായി. പിന്നെ ഈ ഭാര്യയായിട്ട് ബന്ധമുണ്ടെന്ന് അത് നാണക്കേടായതുകൊണ്ട് കഥ മാറ്റി പറഞ്ഞു, അല്ലല്ല അയാൾ സ്വർണം മോട്ടിച്ചുകൊണ്ട് അയാളെ കൊന്നത്. എന്നാലും സ്വർണം മോട്ടിച്ച ഇങ്ങനെ ചക്ക എടുത്ത് അടിച്ചു കൊല്ലുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അങ്ങനെ അടിച്ചു കൊന്നു. പിന്നെ ആ കേസ് ഒതുക്കാൻ ശ്രമിച്ച കാര്യം ലോക്കൽ പോലീസ്. അപ്പം വലിയ ഒരു മഹാരാഷ്ട്രൻ ബ്രാഹ്മൺ ഒഫീഷ്യൽ ഉണ്ടായിരുന്നു, അയാൾ വന്ന് അത് ഒതുക്കാൻ പറ്റത്തില്ല, ഇറ്റ് ഹാസ് ടു ബി ട്രൈഡ് എന്ന് പറഞ്ഞ് എഴുതുന്നു. തിരുവിതാംകൂറിലെ രാജാവിൻ്റെ ബ്രദർ തന്നെ ഈ ഒഫീഷ്യലിനെ പിന്നെ പ്രേസ് ചെയ്യുന്നു, സെയിങ് ഗുഡ് ദറ്റ് യു പെർസ്യൂഡ് ദ കേസ്. ഇതൊക്കെ പക്ഷേ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഇവിടെ അവിടെയും ഒക്കെ കിട്ടുന്നത് കളക്ട് ചെയ്ത് വെക്കുമ്പോഴാണ് ഫുൾ പിക്ചർ നമ്മുടെ മുമ്പിൽ ഇമേജ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലെറ്റേഴ്സ്, ദർ ആർ ഓൾ ദീസ് പ്രൈവറ്റ് ലെറ്റേഴ്സ്. ഈ എസ്പെഷ്യലി ദീസ് പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റീസ്, റോയൽസ് എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ പ്രിവിലേജ്ഡ് ആണ്, അവരുടെ ഒരുപാട് private documents innum accessible ആണ്. Private in the sense that everything they did, because they were royalty, is also a public event. ഒരു കല്യാണം കഴിച്ചാൽ it is a public function. അപ്പോൾ കല്യാണത്തിൻ്റെ ഓരോ മൊമെൻറ്റും ഓരോ സമയവും മുഹൂർത്തവും ഒക്കെ എഴുതി വെച്ച ഡോക്യുമെൻറ്റ്സ് ഇപ്പോഴും നമ്മുടെ കയ്യിലുണ്ട്. സോ മച്ച് സോ ദാറ്റ് ഇപ്പോൾ ഈ സേതുലക്ഷ്മി ബായി ഓഫ് ട്രാവൻകോ 10 വയസ്സിലാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ഒബ്വിയസ്ലി ദ മാരേജ് വാസ് നോട്ട് കോൺസുമേറ്റഡ്. ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റില്ല, പക്ഷേ ഇത് കുട്ടി 14 വയസ്സാകുമ്പോഴാണ് കോൺസുമേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതും ഒരു സ്റ്റേറ്റ് സെറമണിയാണ്. എന്ന് വെച്ചാൽ അവർ പ്രൈവറ്റ്ലി പോയി ദേ ഡോണ്ട് സ്റ്റാർട്ട് ലിവിങ് ടുഗെദർ. ആസ്ട്രോളജേഴ്സിനെ ആദ്യം വിളിച്ച ആസ്ട്രോളജേഴ്സ് പറയും, വീനസ് ഇവിടെ ഉള്ളപ്പം മാസ് അവിടെ ഉള്ളപ്പം ഈ സമയത്ത് ഇഫ് ദേ സ്റ്റാർട്ട് ലിവിങ് ടുഗെദർ ദാറ്റ് വിൽ ബി എ ഗുഡ് സൈൻ. പിന്നെ ഭർത്താവ് വിൽ ഗോ ടു കക്കാട്ട് പോറ്റി എന്ന് പറഞ്ഞ ഒരു പ്രീസ്റ്റ് ഉണ്ട്, അയാൾ ഒരു സെക്സ് എഡ്യൂക്കേഷൻ ലെസൺ കൊടുക്കും ആസ് ടു വാട്ട് ഇസ് അക്സെപ്റ്റബിൾ വാട്ട് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ. പിന്നാണ് ദേ സ്റ്റാർട്ട് ലിവിങ് ടുഗെദർ. സോ ഈവൻ ദ സോ കോൾഡ് ഫസ്റ്റ് നൈറ്റ് ഇസ് എ സ്റ്റേറ്റ് ഇവന്റ്. അതിന്റെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഈ രവിവർമ്മയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ ദേശക്കാരി ത്രൂ ദ ഷാൻഡിലിയർ ഔട്ട് ഷീ ഓൾസോ എൻജോയ്ഡ് എ ഡ്രിങ്ക്. അപ്പോൾ ഒരുപാട് അദ്ദേഹത്തിന്റെ ഡിസെൻഡൻസ് പിന്നെ എന്നോട് പറഞ്ഞു, ഹൗ കെൻ യു സേ ദാറ്റ് ദിസ് തമ്പുരാട്ടി ഫ്രം എ കൊട്ടാരം വാസ് ഡ്രിങ്കിങ്? ഐ സെഡ്, I am not saying it. Her own nephew in 2 letters. In one letter he says she was addicted to drink. In another letter he calls her a great drunkard. ഇത് ബ്രിട്ടീഷുകാർക്ക് എഴുതിയ കത്താണ്, പ്രൈവറ്റ്ലി എഴുതിയ കത്താണ്, പക്ഷെ അത് പ്രൈവറ്റ് സീക്രട്ട് ഫയൽസ് ഇപ്പോഴും അവൈലബിൾ ആണ്. രവിവർമ്മയുടെ വൈഫ് വാസ് in quotes great drunkard. I'm not saying it. Her own nephew is saying that in 2 different letters on 2 different occasions. So interviews with descendants, for example, ipo Sethulakshmi Bai Bangalore like of 1957 പോയതിനു ശേഷം she ceased to be a public figure. She lived the final nearly 30 years of her life as a private figure. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും റെക്കോർഡ്സ് വളരെ കുറവാണ്. കാരണം ഷീ വാനിഷസ് ഫ്രം ദ റെക്കോർഡ്. ഷീ ഈസ് നോ ലോnger എ പൊളിറ്റിക്കൽ ഫിഗർ. ഒരു അമ്മൂമ്മയായിട്ട് ജീവിക്കുകയാണ്. അപ്പൊ ആ ഒരു ഫൈനൽ ആർക്ക് ഓഫ് ഹെർ ലൈഫ്, ആ ഫൈനൽ ചാപ്റ്റർ ഓഫ് ഹെർ ലൈഫ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ I had to depend on a lot of her descendants for interviews. What was her life like? How did she adapt from living in a palace with 100 servants to living in a house in Bangalore as Srimati Sethulakshmi Bai? അവരുടെ മുമ്പ് വെച്ച, and they would tell interesting stories. For example, ഒരു കാലത്ത് ചിത്രനാളിലൊക്കെ പ്രിവി പേഴ്സ് കിട്ടുമായിരുന്നു. അന്നത്തെ കാലത്ത് 18 ലക്ഷം രൂപ. ഇവർക്കത് കിട്ടില്ല. ഇത് ഈ പറഞ്ഞ പോലെ അമ്മയുടെ ചേട്ടത്തെയാണ്, എന്നിട്ട് അവരുമായിട്ട് വഴക്കുള്ളതുകൊണ്ട് ഷീ വാസ് ലിവിംഗ് ഓഫ് ഹർ ഓൺ റിസോഴ്സസ് ആൻഡ് എ സ്മോളർ പെൻഷൻ ഇൻ ബാംഗ്ലൂർ. അപ്പൊ ചെലവുകൾ കൂടി. പിന്നെ ഇന്ദിരാഗാന്ധിയുടെ സോഷ്യലിസ്റ്റ് സമയത്ത് വെൽത്ത് ടാക്സ്, ഒരുപാട് ടാക്സസ് വന്ന് അറ്റ് വൺ പോയിന്റ് ഷീ ഹാഡ് ടു ഓപ്ഷൻ എ ലോട്ട് ഓഫ് ഹർ ഫർണിച്ചർ ആൻഡ് ലോട്ട് ഓഫ് ഹർ തിങ്സ്. കാറ് വരെ വിറ്റു. അപ്പം ഈ കഥകളൊക്കെ നമുക്ക് റെക്കോർഡ്സിൽ കിട്ടത്തില്ല. ഡിസെൻഡൻസിനോട് ചോദിച്ച് അതിന്റെ ഇമോഷണൽ ടേമോയിൽ നമുക്ക് കിട്ടുന്നത് അവരുമായിട്ടുള്ള ഇന്റർവ്യൂസിൽ മാത്രമാണ്. എന്റെ ഏറ്റവും ഒരു സാഡ് സ്റ്റോറി ഉണ്ടായിരുന്നത്, ഷീ നെവർ ഓൺഡ് എനി പ്രോപ്പർട്ടി ബിക്കോസ് റാണി അല്ലായിരുന്നു. അപ്പം എവറിഥിങ് ബിലോങ്സ് ടു ദ റോയൽ ഫാമിലി എന്നുള്ള ഒരു സിറ്റുവേഷനിലായിരുന്നു. സ്വന്തം കൊട്ടാരം വരെ ചിത്രയിരുന്നാൾ കൈവശമാക്കി, അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ് അതും വിട്ടുകൊടുക്കേണ്ടി വന്നു. അവസാനം ബാംഗ്ലൂരിൽ ഈ ഒരു ബംഗ്ലാവാണ് ആദ്യമായിട്ട് റാണിയുടെ സ്വന്തം പേരിൽ അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ 71 urban ലാൻഡ് സീലിംഗ് ആക്ട് വന്നപ്പം ഒരു ഹൗസ് പ്രോപ്പർട്ടി വാസ് സോ ബിഗ് ദാറ്റ് ഷീ ഹാഡ് ടു ഡിവൈഡ് ദ ഹൗസ് ഇൻടു ഡിഫറെന്റ് പീസസ് ഓരോ ഗ്രാൻഡ് ചിൽഡ്രന്റെ പേരിലായിട്ട്. അപ്പൊ ആ സമയത്ത് some visitor came and then this is a memorable story that I got through interviews where they said that the Rani sort of laughed and she said to this person that once I had a kingdom but that is gone. Tiruvankur poi. Then I thought I had my palace, that is also gone. Then I thought I had this house but now I can only say I have this one small room. അതായിരുന്നു അവസാനം അവരുടെ ജീവിതം. സ്വന്തം പേരിൽ ഒന്നുമില്ലാതെ ജസ്റ്റ് ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഒരു പ്രായമായ ഒരു സ്ത്രീയായിട്ട് കിടക്കുന്നു. അത്രയുള്ള ഒരു ജീവിതമായി മാറി. അതൊക്കെ ഇന്റർവ്യൂസിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. എസ്പെഷ്യലി ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ഹു പാസ്ഡ് അവേ ഇൻ റീസെന്റ് ടൈംസ്. ഇപ്പൊ ഒരു 500 years മുമ്പുള്ള ഹിസ്റ്ററി ആണെങ്കിൽ അത് ഇന്റർവ്യൂസ് ഒന്നും കിട്ടില്ല. യു ഹാവ് ടു ബേസ് ഇറ്റ് ഓൺ റെക്കോർഡ്സ്. പക്ഷെ ലാസ്റ്റ് 100 years മരിച്ച ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ഒക്കെ ആണെങ്കിൽ യു സ്റ്റിൽ ഫൈൻഡ് പീപ്പിൾ ഹു ന്യൂ ദം, ഹു വർക്ക് വിത്ത് ദം, ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടന്റ് ടു നോ ദിസ്. ഫോർ എക്സാമ്പിൾ, isn't it interesting to ask, ഇപ്പൊ റാണിയെ പറ്റി പുറം ലോകം കാണുന്ന ഒരു രീതി ഒന്ന് കാണും, അകത്തുള്ളവർ കാണുന്ന വേറെ ഒരു രീതിയിലായിരിക്കും.
പക്ഷെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇസ് യു ടു ആസ്ക് ദ സ്റ്റാഫ്. അവരുടെ ഡൊമസ്റ്റിക് സർവൻസ് ആയിട്ട് വർക്ക് ചെയ്ത് അവരോട് ചോദിച്ചാലേ അവരുടെ ആക്ച്വൽ ഒരുപാട് പേഴ്സണാലിറ്റിയുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ യു ഈവൻ ഹാവ് ടു ഗോ ആൻഡ് ഇന്റർവ്യൂ പീപ്പിൾ ഹു വർക്ക്ഡ് ഫോർ ദം ആസ് ദെയർ ഡ്രൈവേഴ്സ് ആൻഡ് ആസ് ദെയർ സ്റ്റാഫ് എക്സെട്ര ടു ഗെറ്റ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആംഗിൾ ഫ്രം ബിലോ. So that it's not just equals and contemporaries, but how do they treat the people below them? അതും നമുക്ക് കണ്ടുപിടിക്കണം. So അതൊക്കെ ഇന്റർവ്യൂസ് നിന്ന് കിട്ടത്തുള്ളൂ. So interviews also matter a great deal. First of all, thanks for writing all the 5 fantastic books which enrich all our lives. Question is, among all the kings you have studied over a long period of time, did you come across anyone who was truly, really benevolent to the subjects, king or queen, either one? I think it's a question of when and where, right? So even if you take a figure like Akbar, ഇപ്പം നമ്മള് we see a lot of people call him a secular emperor. Secularism എന്നുള്ള കോൺസെപ്റ്റ് അദ്ദേഹത്തിന്റെ കാലത്ത് ഇല്ലായിരുന്നു. You find that ഒരു സ്റ്റേജ് കഴിഞ്ഞ് Akbar becomes very interesting. He's very open to different religions. He has a new kingly ideology. You would see a sense of benevolence, etc. in some of his policies. പക്ഷെ till he established his empire and actually consolidated, Akbarum ഒരുപാട് violent ആയിരുന്നു. He also had to behave like a pretty cruel king in certain situations. അപ്പൊ ഈ കിങ്സിന്റെ ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ചെക്സ് ആൻഡ് ബാലൻസസ് നമ്മൾ കാണുന്ന പോലെ അല്ല. They often had to be violent because they were kings. So it doesn't matter what your religion is, kingship required violence, it required autocratic powers and the assertion of autocratic powers. അപ്പം ഇന്നത്തെ ഒരു നോഷൻ ഓഫ് ബെലവലൻസ് വെച്ചുകൊണ്ട് അവരെ ആക്ച്വലി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് ദേ ഓപ്പറേറ്റഡ് ഓൺ വെരി ഡിഫറെന്റ് ടേംസ്. രാജാക്കന്മാർ were not typically benevolent people. And even if they were benevolent, they could only be benevolent when they were most powerful and they were most secure. അവരുടെ പവർ വിട്ടു പോകുന്നു കാണുമ്പോൾ ആ ബെനവലൻസിനെ ഒക്കെ മാറ്റി വെച്ച് they would go back to being violent and go back to being cruel, because that was the nature of power, that was the nature of kingship. കേരളത്തിൽ തന്നെ എടുത്ത if you take somebody like മാർത്താണ്ഡവർമ്മ ആദ്യത്തെ തിരുവിതാംകൂർ ഉണ്ടാക്കുന്ന കാലത്ത് ഇറ്റ് വാസ് എക്സ്ട്രീംലി വയലന്റ്. ഇപ്പം മധ്യ തിരുവിതാംകൂർ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് we have the Portuguese recorded that some 18,000 people were almost enslaved and made to work by the Travancore Raja. ഒരു 70 വർഷം ശേഷം ട്രാവൻകൂർ റാണി പറയുന്നുണ്ടോ അതൊക്കെ കീഴടക്കിയ സ്ഥലങ്ങൾ, അവിടുത്തെ ആൾക്കാർക്ക് രാജകുടുംബമായിട്ട് ഭക്തിയൊന്നുമില്ല, ബിക്കോസ് ദേ സ്റ്റിൽ സീ ദ തിരുവിതാംകൂർ രാജകുടുംബം ആസ് കോൺകറേഴ്സ്. പക്ഷേ ആ വയലൻസും ആ ബ്ലഡ് ഷെയ്ഡും അമ്പലങ്ങൾ വരെ തീ വെച്ചും കൊള്ളയടിച്ചതിന്റെ ഒക്കെ റെക്കോർഡ്സ് ഉണ്ട് മാർത്താണ്ഡവർമ്മ. പക്ഷെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ദ മൂമെന്റ് ഇസ് പവർ വാസ് സെക്യൂർ. അതിന്റെ സ്റ്റിഗ്മ മാറ്റാനായിട്ടാണ് തൃപ്പടിദാനം ചെയ്ത് രാജ്യം മൊത്തം പത്മനാഭസ്വാമിയുടെ പേരിലാക്കുന്നത്. കാരണം ഇന്നലെ വരെ രാജാനെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, പുറത്തുനിന്ന് വന്നതാണ്, കോൺക്രർ ഒക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ദൈവത്തിന്റെ പേരിലാക്കുമ്പോൾ പിന്നെ രാജാവിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റില്ല. രാജാവ് പത്മനാഭദാസനായിട്ടാണ് ഭരിക്കുന്നത്. അപ്പൊ പത്മനാഭസ്വാമിയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന പോലെ ആവും രാജാവിനെ ക്രിട്ടിസൈസ് ചെയ്ത. ഭഗവാനെ ആരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. സോ ഈവൻ ഹിസ് സോ കോൾഡ് ആക്ട് ഓഫ് സറണ്ടർ, ദിസ് ഗ്രേറ്റ് സ്പിരിച്വൽ ആക്ട് ഓഫ് ഗിവിംഗ് away his kingdom happened once he was secure and after the violence was behind him. പക്ഷെ you can't erase and eclipse the violence from the record altogether. So I don't think benevolence is a term I would apply for any of these historical kings in general, because as kings there were limitations on how benevolent they could be. There were some kings who might appeal to us more than other kings and other rulers, but that's just a question of degree again, rather than a blanket case of someone being better and other people being less impressive. Hi, good afternoon. I just wanted to ask one question. First of all, thank you so much for letting us know all about the history, because which we never would have otherwise known, which we have read in the books. So it was a very interesting part. And as far as my question goes, what I would like to ask is, as we know, we have learned so much about the history. Most of us know a lot from the books that we have read. So what do you think, as a new generation goes, how the kids can actually know something, how it is going to benefit the new generation? Because I've seen very few kids taking up a subject as history as of now, because they are more into computer and AI and all that stuff. So how do you think we can, it's not just saving the history, or how to make them aware of, by reading what kind of books, and how can they go with this, how it is going to help the new generation? That's my question, how it would be beneficial. I can only answer this from my own personal experience, which is that I don't think you should inflict books excessively on young kids, because again, most books in the 5 dynasties, 5 dates, 10 രാജാക്കന്മാർ, ഇതൊക്കെയാണ് ഹിസ്റ്ററി ആയിട്ട് കാണിക്കുന്നത്. പക്ഷേ ഹിസ്റ്ററി is more than that. Exactly. So my general recommendation is just get kids to ask questions to their own family members. For example, ഞങ്ങളൊക്കെ കുഞ്ഞിലെ ചില കുസൃതികളൊക്കെ കാണിക്കാൻ അമ്മൂമ്മയൊക്കെ വഴക്ക് പറയും. And then I remember once asking her, saying, didn't you have kusurtis when you were this age? And she said, actually I did all kinds of kusurtis. For example, അമ്മൂമ്മയെക്കാട്ടി 18 വയസ്സ് മൂത്ത ഒരു ആംഗ്ലയുണ്ട്.
And he used to walk around sotum, kutu soto, cigarette ഒക്കെ വലിച്ച് നടക്കുമായിരുന്നു. I mean, she was 8 years old. She went and found one of his cigarettes. അത് secretly പോയി ഇങ്ങനെ കത്തിച്ച് സിഗരറ്റ് വലിച്ചു 8 വയസ്സുള്ളപ്പോൾ എന്തോ. അപ്പം അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. ആ അമ്മയാണ് ഞങ്ങളോട് പറയുന്നത്, കുസൃതി പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. And then you start asking questions saying, oh, how is it that he had cigarettes then? Tell us about other experiences you had, etc. So I think you can just ask elders in your own family to talk about their lives. അതിനകത്ത് തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ചുമ്മാ കുട്ടികളെ ഇരുത്തി ഈ പുസ്തകം വായിക്കുക അല്ലെങ്കിൽ ഇത് വായിച്ചാലേ ഹിസ്റ്ററി മനസ്സിലാവുക എന്നൊന്നുമില്ല. ടു അണ്ടർസ്റ്റാൻഡ് ഹിസ്റ്ററി അൾട്ടിമേറ്റ്ലി, ഞാൻ മുമ്പേ ആൻസറിന് പറഞ്ഞ പോലെ, it's the story of human beings. History is not just about those dates and those facts of what happened. It has an emotional texture. And that emotional texture is all around us. It's there in the people around us. We just need to turn up and ask them about their lives and how they coped with things like that. Once you start doing that, that whole world starts opening up to you in different ways. So I would say just encourage kids to ask questions, to ask good questions of their grandparents, their uncles, their aunts, and discover history through the eyes of their own family members. ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി വന്നാൽ then it will become easy to read history books because ആ താല്പര്യം ഓൾറെഡി അപ്പം കാണും. This is ഒരു കുറച്ച് വ്യത്യാസമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. You write beautifully, you narrate so well, you impart a lot of emotion to us who are listening. അപ്പോൾ എന്താ ഈ ജോണർ മാത്രം ചൂസ് ചെയ്തത്? Do you plan to write fiction? അങ്ങനെ വല്ല ഐഡിയ ഉണ്ടോ? And how did you get inspired to write history? I always had an interest in history, and I always wanted to write. So I think I just combined those two interests into one place and decided to do historical non-fiction. Fiction, I think it requires a different side of your brain altogether. You have to invent the whole world in your head and the characters, you have to completely flesh them out. ഞാൻ ടീനേജ് ഇയേഴ്സിലൊക്കെ ഫിക്ഷൻ എഴുതാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 20 വർഷമായിട്ട് തൊട്ടിട്ട് പോലും ഇല്ല. വായിക്കാറുണ്ട്, പക്ഷെ I haven't tried to write fiction. And I don't know if I have the skill set for that. Often, good non-fiction writers don't make for good fiction writers. So, it's also a case of just being in the mind space to try and write it again. I don't know when I'll get to that mind space. Maybe someday. പക്ഷെ എഴുത്തിനോട് താല്പര്യമുണ്ട്, പക്ഷെ ഹിസ്റ്ററിനോടും താല്പര്യമുണ്ട്. രണ്ടിനെ ഒരുമിച്ച് മാരി ചെയ്ത് ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു ഇറ്റ് ജസ്റ്റ് വർക്ക്ഡ് ഔട്ട് ദാറ്റ് വേ ഫോർ മീ. നമ്മളിതൊന്നും അങ്ങനെ nobody I think goes into this with some conscious plan. Sometimes these are just accidents in life that take place and then you end up on that particular journey, and if you enjoy it, all the better. So in my case also it was one of those accidents where I was already writing, I was interested in history, then I came across this interesting character who became the focal point of my first book. Then I wanted to do one more, then I wanted to do one more. It just became it took a life of its own. So it's just one of those things. Allada consciously irunna aalochicha cheyda sambhavamalla. Sub-question, prolific writing means so much. And so do you have, you plan certain hours every day, or once you start writing you just continue throughout the day? Do you I have a very disciplined sort of look at this, which is that I keep telling people, ഒരു റൊമാൻറ്റിക് നോഷൻ ഉണ്ട്. എഴുത്തുകാരി ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും, എഴുത്തിങ്ങനെ ഒഴുകി വന്ന് നമ്മളിങ്ങനെ ഒരു പെയിനെ കൂടെ അത് എഴുതും, അങ്ങനെയൊന്നും അല്ല. ഇസെൻഷ്യലി ലൈക്ക് എ കാർപ്പൻറ്റർ. നമ്മളൊരു ഭംഗിയായിട്ടുള്ള ഒരു ചെയറോ ടേബിളോ ഉണ്ടാക്കണമെങ്കിൽ എത്ര ഇരുന്ന് പണി ചെയ്തിട്ടാണ് അവസാനത്തെ പ്രോഡക്റ്റ് ആണ് ഭംഗിയായിട്ട് വരുന്നത്. പക്ഷെ ലൈക്ക് എ കാർപ്പൻറ്റർ യു ഹാവ് ടു സ്പെൻഡ് ദി അവേഴ്സ് ഓൺ ദാറ്റ് ഫോർ യുവർ ക്രാഫ്റ്റ്, നോട്ട് ജസ്റ്റ് ദി ആർട്ട് ബട്ട് ദ ക്രാഫ്റ്റ് ഓൾസോ മാറ്റേഴ്സ്. അതുപോലെ ഐ ഹാവ് എ ഫിക്സ്ഡ് ഷെഡ്യൂൾ. 8:30 എഴുതും, then I work till 12:30, then I take a break. പിന്നെ 3 മണി മുതൽ 7:30 വരെ പിന്നെ എഴുതും. ഐ ഹാവ് എ സെപ്പറേറ്റ് ഓഫീസ്, ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്, അവിടെ പോയി ഇരുന്ന് എഴുതുന്നത്. കാരണം വീട്ടിൽ ഇരുന്ന് എഴുതുക ടു മെനി ഡിസ്ട്രാക്ഷൻസ്. സോ ഐ ഓൾവേസ് ഗോ ടു എ ഡിഫറെന്റ് സ്പേസ്, അവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. സോ എല്ലാവരും ഓഫീസിൽ പോകുന്ന പോലെ ഐ ഓൾസോ ഗോ ടു എ പ്ലേസ് ആൻഡ് ഐ ഹവ് ബിൽഡ് മൈ ഓൺ ഡിസിപ്ലിൻ അറൌണ്ട് റൈറ്റിംഗ് സോ ദാറ്റ് ഐ എം ഏബിൾ ടു ഫോക്കസ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. എല്ലാ ദിവസവും ഏത് ജോലിയും പോലെ എല്ലാ ദിവസവും may not be as productive as the previous day or the next day. So you also accept that, and some days will be good, some days will be bad. Some months might be very good at writing, some months you'll feel very inadequate. That's also part of the process. But you just have to go with the flow and make it work for you. Ellarku avardaya formula of working കാണും. This is the way I work. Thank you. Anyway, we are very happy you are doing it. Thank We you. are the beneficiaries. Thank you. Do you have any mentors, or do you have someone you look up to, or their writing style you are really inspired by? Because you did your research and then you had to start writing, but commercializing is a totally different game, right? Did you have some mentors?
not in an active sense. I think most writers will tell you that the more they read, the better their own writing gets. നമ്മൾ എത്ര വായിക്കുന്നോ അതിന്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ റൈറ്റിംഗിലും വരും. അങ്ങനെ ആക്റ്റീവായിട്ട് ഒരാളോ രണ്ടാൾക്കാരോ വെച്ചുകൊണ്ട് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഡിഫറെന്റ് കാര്യങ്ങൾ, ഡിഫറെന്റ് ഇൻസ്പിറേഷൻസ് കാണും. ഇപ്പൊ ചിലവരുടെ എഴുതുന്ന രീതി തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അവരുടെ കൺസൈസ് സെന്റൻസസ്, ദ വേ ദേ പ്ലേ വിത്ത് വേർഡ്സ്, ദാറ്റ് കൻ റിയലി ഇംപ്രസ് യു. അതർ പീപ്പിൾ മൈറ്റ് ഇംപ്രസ് യു ബിക്കോസ് ഓഫ് ദ വേ ദേ ആർഗ്യൂ. അവരൊരു പോയിന്റ് എങ്ങനെയാണ് ആർഗ്യൂ ചെയ്യുന്നത്, അതിന്റെ ഒരു സ്ട്രാറ്റജി മൈറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ടു യു. പക്ഷേ ദ റൈറ്റിംഗ് സ്റ്റൈൽ മേ ബി ടെൻഫോർ. ഫോർ എക്സാമ്പിൾ, എ ലോട്ട് ഓഫ് അക്കാഡമിക് റൈറ്റേഴ്സ് വളരെ അക്കാഡമിക് ആയിട്ട് എഴുതുന്ന ഒരു സാധാരണ പേഴ്സൺ അത് എടുത്ത് വായിച്ചാൽ ഒന്നും മനസ്സിലാത്തില്ല. പക്ഷേ ദ പോയിന്റ് ദ മേക്കിംഗ് ഇസ് എക്സ്ട്രീംലി ഇൻട്രസ്റ്റിംഗ്. അപ്പൊ ദെൻ മൈ ചാലഞ്ച് ഇസ് ഹൗ ഡു ഐ ലേൺ ടു മേക്ക് എ വെരി ഷാർപ്പ് പോയിന്റ് ബട്ട് ഓൾസോ മേക്ക് ഇറ്റ് റീഡബിൾ ടു എ ലേ പേഴ്സൺ. എന്റെ ചാലഞ്ച് ഓഫൻ ആ സ്റ്റേജിലാണ് വരുന്നത്, വിച്ച് ഇസ് ദാറ്റ് ഈ ലേറ്റസ്റ്റ് പുസ്തകത്തിന് ഫോർ എക്സാമ്പിൾ ഓരോ പാരഗ്രാഫും അത്രയും സൈസിൽ കണ്ടൻസ് ചെയ്തെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പം ഇന്നത്തെ സെഷനിൽ പറഞ്ഞു 250 പേജ് നോട്ട്സ് ഉണ്ടെന്ന് പുസ്തകത്തിന്. ചിലപ്പോൾ ഒരു ചാപ്റ്ററിന് 200 പേജ് ആയിരിക്കും നോട്ട്സ് ആദ്യം നമ്മൾ എഴുതി വെക്കുന്നത്. ആ നോട്ട്സിന്റെ ബേസിസിലാണ് ഡ്രാഫ്റ്റ് എഴുതുന്നത്. പക്ഷെ ഡ്രാഫ്റ്റ് ചിലപ്പോൾ 15 പേജേ കാണത്തുള്ളൂ ചാപ്റ്ററിന്റെ ലെങ്ത്. പക്ഷെ അത്ര 200 പേജിന്റെ ഡീറ്റെയിൽസും നോട്ട്സും എങ്ങനെയെങ്കിലും ചുരുക്കി കറക്റ്റ് കൺസൈസ് വേർഡ്സും അതിന്റെ ബെസ്റ്റ് ചൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് വെച്ച് ഓരോ പാരഗ്രാഫിൽ ഒതുക്കി പാരഗ്രാഫ് ബൈ പാരഗ്രാഫ് ആണ് ഓരോ ഇത് എഴുതുന്നത്. സോ ഫോർ ഈച്ച് ഓഫ് ദോസ് തിങ്സ് യു കൻ ബി ഇൻസ്പയർഡ് ബൈ സംബഡി ഡിഫറെന്റ്. ഐ ഡോണ്ട് തിങ്ക് ദർസ് one or two people as such who've ever had an overwhelming influence. I think most writers absorb influences from all kinds of other writers and people around them. Thank you. Thank you. Thank you. Our stories. Thank you. A heartfelt thank you to Dr. Manu S Pillai for this fascinating session and to all of you for being such an engaged audience. Special thanks to Reena Babu as well. Let's give them another big round of applause.